കരുണയാലും അത്ഭുത കൂട്ടായ്മയുടെ സഹായത്താലും ഇന്നേ ദിവസം മദ്യപിച്ചിട്ടില്ല. എന്റെ പേര് ഷിബു. ഇന്ന് ഗ്രൂപ്പിലേക്ക് കടന്നു വന്നിട്ടുള്ള എല്ലാവർക്കും ഒരു നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുകൂടാതെ ഇന്ന് ഈ മീറ്റിംഗിൽ എന്നെ സംസാരിക്കാനായിട്ട് അല്ലെങ്കിൽ ഷെയർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അനുഭവങ്ങൾ പങ്കുവെക്കാനായിട്ട് ക്ഷണിച്ച ഗ്രൂപ്പിലെ ഓരോ ഭാരവാഹികൾക്കും മെമ്പേഴ്സിനും എല്ലാം എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ ഇന്നത്തെ വിഷയം എൽഡർ സ്റ്റേറ്റ്സ്മാൻ വേഴ്സസ് ദ ബ്ലീഡിംഗ് ഡീക്കൻ. ആരാണ് എൽഡർ സ്റ്റേറ്റ്സ്മാൻ അല്ലെങ്കിൽ ആരാണ് ബ്ലീഡിംഗ് ഡീക്കൻ എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഒരു കൂട്ടായ ചർച്ചയിലൂടെ ചിന്തിക്കാൻ പോകുന്നത്. എൽഡർ സ്റ്റേറ്റ്സ്മാൻ ആൻഡ് ബ്ലീഡിംഗ് ഡീക്കൻ എന്ന് പറയുന്ന ഈ സബ്ജക്ട് രണ്ടാം പാരമ്പര്യത്തില് ബിൽഡബ്ല്യു വിവരിക്കുന്ന ഒരു കാര്യമാണ്. ഈ ഫ്രേസ് നമ്മൾ മിക്കവാറും കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന്റെ മലയാളം അർത്ഥം മുതിർന്ന നേതാക്കന്മാര് എന്നോ, അല്ലെങ്കിൽ എൽഡർ സ്റ്റേറ്റ്സ്മാൻ എന്ന് പറയുമ്പോൾ മുതിർന്ന നേതാക്കന്മാർ, ബ്ലീഡിംഗ് ഡീക്കൻ എന്ന് പറയുമ്പോൾ നമുക്ക് നീരസമൊക്കെ തോന്നുന്ന അല്ലെങ്കിൽ ഒരു മുതിർന്ന നേതാവ് വല്ലപ്പോഴും ഒക്കെ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് ബ്ലീഡിംഗ് ഡീക്കൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുക. ബ്ലീഡിംഗ് ഡീക്കൻ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ തന്നെ ബിൽഡബ്ല്യു ഒരു കാര്യം പറയുന്നുണ്ട്. നമ്മുടെ കൂട്ടായ്മയിലെ അല്ലെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറയുന്ന നമ്മുടെ ഈ പൊതുവായിട്ടുള്ള ഈ കൂട്ടായ്മയില് മിക്കവാറും എല്ലാ പഴമക്കാരും, അല്ലെങ്കിൽ പഴമക്കാർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളെക്കാൾ അധികം ദിവസം കുടിക്കാതിരുന്ന മിക്കവരും തന്നെ ഒരു നിശ്ചിത അളവില് കടന്നു പോയിട്ടുണ്ടെന്നുള്ളതാണ് ബ്ലീഡിംഗ് ഡീക്കൻ എന്ന് പറയുന്ന സ്റ്റേജിലൂടെ. അതിനുശേഷം ഭൂരിഭാഗം പേരും തന്നെ ആ ഒരു അവസ്ഥയെ, ബ്ലീഡിംഗ് ഡീക്കൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയെ അതിജീവിക്കുകയും എൽഡർ സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ മുതിർന്ന നേതാക്കന്മാരായി നമ്മുടെ കൂട്ടായ്മയെ നയിക്കുകയൊക്കെ ചെയ്തു, അല്ലെങ്കിൽ നേതൃത്വമായി അവർ മാറിയെന്ന് അതിനകത്ത് എന്നെ വിവരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഇത് ഒരു അംഗം ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്നതിന് ശേഷം കുറച്ചു നാൾ സഞ്ചരിച്ചു കഴിയുമ്പോൾ അദ്ദേഹം സ്വാഭാവികമായിട്ട് ഉൾപ്പെട്ടു പോകാവുന്ന ഒരു അവസ്ഥയെയാണ് ബ്ലീഡിംഗ് ഡീക്കൻ എന്നത്. ആദ്യമായിട്ട് നമുക്ക് ഈ എൽഡർ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ബ്ലീഡിംഗ് ഡീക്കൻ എന്ന് പറയുന്നതിന്റെ ഒരു ഡിക്ഷണറി മീനിങ്ങിലേക്ക് പോകാൻ ആഗ്രഹിക്കുകയാണ്. ആരാണ് എൽഡർ സ്റ്റേറ്റ്മെന്റ്? അതായത് ഒരു എൽഡർ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ മുതിർന്ന നേതാവ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ധാരാളം പവർ ഉണ്ടാകും, മറ്റുള്ളവരെ സ്വാധീനിക്കുവാനുള്ള ഒരു ഇൻഫ്ലുവൻസിങ് ശക്തി ഉണ്ടാവും, അവര് പല കാര്യങ്ങളും ഡെവലപ്പ് ചെയ്യും, പ്രത്യേകിച്ച് തന്റെ സ്പോൺസുകളെല്ലാം വളരെയധികം സ്വാധീനിച്ച് ഈ പ്രോഗ്രാമിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരാളാകും. അല്ലെങ്കിൽ നമ്മുടെ സർവീസ് സംഘടനകളായ അല്ലെങ്കിൽ സർവീസ് ഘടകങ്ങളായ ഡിസ്ട്രിക്ട് കമ്മിറ്റിയോ ഏരിയ കമ്മിറ്റിയിലോ അല്ലെങ്കിൽ ഇന്റർ ഗ്രൂപ്പുകളിലോ അല്ലെങ്കിൽ സ്വന്തം ഗ്രൂപ്പിൽ സെക്രട്ടറി ആയി മാറി അവരുടേതായ ഒരു ഇൻഫ്ലുവൻസ് തന്റെ പ്രദേശങ്ങളിൽ സ്വാധീനം ചെലുത്തുന്ന ഒരാളായി മാറും. അതൊരു പക്ഷേ നല്ലൊരു ഓരോ ലോക്കൽ ഫെലോഷിപ്പിന്റെ അല്ലെങ്കിൽ നമ്മുടെ ലോകം മുഴുവനുമുള്ള ഫെലോഷിപ്പിന്റെ ഓരോ അതാത് സ്ഥലങ്ങളിൽ നല്ലൊരു സ്വാധീനം ചെലുത്തുന്ന ആളാണ് മുതിർന്ന നേതാവ്. എന്നാൽ ബ്ലീഡിംഗ് ഡീക്കൻ എന്ന് പറയുമ്പോൾ അയാൾ സ്വയം വിശ്വസിക്കുന്നത് അയാൾ ആ ഗ്രൂപ്പിന് പൂർണ്ണമായിട്ടും അബ്സല്യൂട്ട്ലി നെസസറി ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ അത്യാവശ്യമായിട്ട് ഒരാളാണ്. അയാളാണ് എല്ലാ ഗ്രൂപ്പിന്റെ എല്ലാ മാനേജ്മെന്റ് കാര്യങ്ങളിലും ഇന്റേണലായിട്ട് ഇടപെടും. അത് ഗ്രൂപ്പിന്റെ സെക്രട്ടറിയെ നിശ്ചയിക്കുന്ന കാര്യത്തിലായാലും ചെയർമാനെ നിശ്ചയിക്കുന്ന കാര്യത്തിലായാലും മറ്റ് എല്ലാ വ്യാപാരങ്ങളിലും അദ്ദേഹം വളരെയധികം ഇടപെടും. ഗ്രൂപ്പിന്റെ പോളിസീസോ പൊളിറ്റിക്സോ അങ്ങനെയൊക്കെ കൊണ്ടുവരികയും ഒരു ലോങ് സൈറ്റ്, അതായത് ഗ്രൂപ്പിന്റെ ഒരു ലാർജർ ഗോൾസ് ഉണ്ട്, നമ്മൾക്കൊരു വലിയ ലക്ഷ്യങ്ങളിലൂടെയാണ് പല ഗ്രൂപ്പുകളും പോകുന്നത്, അതിനെ ചെറുതായി കാണും. അങ്ങനെ ഒരു നെഗറ്റിവിറ്റി ഉള്ള പേഴ്സണെയാണ് നമ്മൾ ബ്ലീഡിംഗ് ഡീക്കൻ എന്ന് പറയുന്നത്. അയാൾ എപ്പോഴും ചിന്തിക്കുന്നത് ഞാനാണ് സോൾ സോഴ്സ് ഓഫ് വിസ്ഡം, വിജ്ഞാനത്തിന്റെ കേന്ദ്രമാണ് ഞാനാണ് പറയുന്നത് പോലെ മറ്റുള്ളവർ കേട്ടാൽ അവർക്ക് സുബോധം വരികയും ഗ്രൂപ്പൊക്കെ നന്നായി പോകുമെന്നുള്ള ഒരു ധാരണയുള്ള ആളെയാണ് ആൽക്കഹോളിക്സ് അനോണിമസിനെ സംബന്ധിച്ചിടത്തോളം ബ്ലീഡിംഗ് ഡീക്കൻ എന്ന് പറയുന്നത്.
ബിൽ ഡബ്ല്യുവിന്റെ കാഴ്ചപ്പാടിൽ എൽഡർ സ്റ്റേറ്റ്മെന്റ് ബ്ലീഡിംഗ് ഡീക്കൻ എന്ന് പറയുന്ന ഈ രണ്ട് ഫ്രേസിനെ ഞാൻ എന്റെ ഒരു മനസ്സ് പറയുന്ന അല്ലെങ്കിൽ കാഴ്ചപ്പാടിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. ഒരു ലീഡർ അല്ലെങ്കിൽ ഒരു ബോസ്. എൽഡർ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ലീഡർ എന്ന് കണക്കുകൂട്ടാം. ബ്ലീഡിംഗ് ഡീക്കൻ എന്ന് പറയുമ്പോൾ ഒരു ബോസ് എന്ന് കണക്കുകൂട്ടാം. നമുക്ക് അത് രണ്ടിനെ പറ്റിയും ഒന്ന് നോക്കാം. നമുക്കറിയാം, ബോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, പലപ്പോഴും നമ്മൾ പറയാറുണ്ട് അവനൊരു ബോസി ടൈപ്പ് ആണെന്ന് പറയാറുണ്ട്. എന്നാൽ ചിലരെ നമ്മൾ നമ്മുടെ കൂട്ടായ്മയിൽ തന്നെ കണ്ടുപിട്ടുണ്ട് അവരൊരു ലീഡർ ആയിരിക്കും. അപ്പോ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ ബോസ് ആൻഡ് എ ലീഡർ? അത് നമുക്കൊന്ന് നോക്കാം. ഒരു ലീഡർ എന്ന് പറയുമ്പോ തന്റെ അനുയായികളെ അല്ലെങ്കിൽ തന്നെ കൂടെയുള്ള ആളുകളെ ഒരു മോട്ടിവേഷൻ കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഇൻസ്പിരേഷൻ കൊടുത്തുകൊണ്ട് തന്റെ തന്നെ അനുഭവങ്ങളുടെ ഉദാഹരണങ്ങളിലൂടെ മുന്നോട്ട് നയിക്കും. എന്നാൽ ബോസ് എന്ന് പറയുന്നത് എപ്പോഴും തന്റെ കൂട്ടാളികളെ പുഷ് ചെയ്യാൻ നോക്കും. നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇതാണ് നല്ല ഡയറക്ഷൻ, ഈ വഴിയിലൂടെ പോകണം, നിങ്ങൾ പോകുന്ന വഴി വളരെ മോശമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ പുഷ് ഡൗൺ ചെയ്യാൻ നോക്കും. ഒരു ലീഡർ എപ്പോഴും ക്ലിയർലി കമ്മ്യൂണിക്കേറ്റ്, മറ്റുള്ളവരോട് നന്നായി കമ്മ്യൂണിക്കേഷൻ നടത്തും, സംസാരിക്കും. ആ ടീമിനെ അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആ ഒരു ഗ്രൂപ്പിനെ മുന്നോട്ട് നല്ല രീതിയിൽ നയിക്കുവാനായിട്ട്, അല്ലെങ്കിൽ ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നയിക്കുവാനായിട്ട്, അല്ലെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേർക്കുവാനായിട്ട് എല്ലാവരോടും സഹിഷ്ണുത പുലർത്തി മുന്നോട്ട് പോകുന്ന ഒരാളാണ് ലീഡർ. ഒരു ലീഡർ എന്ന് പറയുമ്പോൾ അയാൾ ആദ്യം കേൾക്കും, അതിനുശേഷം സംസാരിക്കും. എന്നാൽ ബോസ് അങ്ങനെയല്ല, അയാൾ ഒരിക്കലും കേൾക്കുകയല്ല, അയാൾ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നല്ലൊരു ലീഡറിന്റെ ശരിയായ ലക്ഷണം എന്ന് പറയുന്നത് ഒരാൾ സംസാരിക്കുമ്പോൾ അത് ലിസൺ ചെയ്യാനുള്ള കഴിവാണ്. അതിനുശേഷം മാത്രം അയാൾ ആവശ്യപ്പെടുമ്പോൾ മാത്രം സംസാരിക്കുക, അതല്ലെങ്കിൽ അയാൾ പറഞ്ഞതിന് ശേഷം മാത്രം സംസാരിക്കുന്ന ഒരാളെ നമുക്ക് ലീഡറായിട്ട് കണക്കുകൂട്ടാം. ലീഡറിന്റെ മറ്റൊരു ലക്ഷണം എന്ന് പറയുന്നത് അയാൾ ഒരു ഇക്വാളിറ്റി സൃഷ്ടിച്ചെടുക്കുന്നവനാണ്. ഞാനും നീയും ഒന്നാണ്, എനിക്കും നിനക്കും ഉള്ള പ്രശ്നം ഒന്നാണ്, ഞാനും ഒരു മദ്യാസക്ത രോഗിയാണ്, നീയും ഒരു മദ്യാസക്ത രോഗിയാണ്. എന്നാൽ ഒരു ബോസ്, അല്ലെങ്കിൽ നമ്മളിപ്പോ ഈ ബ്ലീഡിംഗ് ഡീക്കന്റെ മറ്റൊരു അർത്ഥത്തിലാണ് ഞാൻ ബോസ് എന്ന് ഉദ്ദേശിക്കുക. അപ്പൊ ബോസ് എന്ന് പറയുന്ന ആള് അദ്ദേഹം ഒരു പീഠത്തിന്റെ മുകളിൽ കയറിയിരുന്നായിരിക്കും എപ്പോഴും. അദ്ദേഹത്തിന്റെ മനസ്സിന്റെ മുകളിൽ അല്ലെങ്കിൽ മനസ്സിന്റെ ഉള്ളില് അദ്ദേഹം ഒരു പീഠത്തിന്റെ മുകളിൽ ഇരുന്ന് മറ്റുള്ളവരെ ഡയറക്റ്റ് ചെയ്യും. നിങ്ങൾ അങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ അത് നിങ്ങൾ ചെയ്തത് അൺഫെയർ ആണ്, അത് വല്ലാത്ത മോശമായ അവസ്ഥയിലാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്ന് വിലപിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കും ബോസ്. പക്ഷേ ലീഡർ എപ്പോഴും ഞാനും നീയും ഒന്നാണ്, എനിക്കും നിനക്ക് ഒരേ പ്രശ്നമാണുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നോട് ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു ലെവലിൽ എത്തിക്കുന്ന ആളാണ് ലീഡർ. ലീഡറിന്റെ മറ്റൊരു ലക്ഷണം എന്ന് പറയുന്നത് ലീഡർ ഐഡിയാസ് സ്വീകരിക്കും, ആശയങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാകും. ഇപ്പൊ ഒരാള് പറയുകയാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും, അയാൾ അത് സന്തോഷത്തോടെ പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് സ്വീകരിക്കാൻ തയ്യാറാകും. പക്ഷേ ബോസ് എപ്പോഴും അതിനെപ്പറ്റി ഓർത്ത് വിലപിച്ചുകൊണ്ട് അയ്യോ അയാൾ എന്നെപ്പറ്റി അങ്ങനെ പറഞ്ഞു, അയാൾ എനിക്ക് ഈ ആശയം തന്നത്, അപ്പോൾ ഞാൻ ചെയ്യുന്ന ആശയങ്ങൾ എന്നാ തെറ്റാണോ എന്ന് വിലപിച്ചുകൊണ്ടിരിക്കും. അപ്പോ സ്ട്രോങ് ലീഡർ എന്ന് പറയുന്നത് അദ്ദേഹം അതെല്ലാം പോസിറ്റീവായിട്ട് സ്വീകരിച്ചുകൊണ്ട് എന്റെ വ്യക്തിഗത വികസനത്തിന് അത് ഉപയോഗിക്കുന്ന ഒരാളെയാണ് നമുക്ക് ലീഡറായിട്ട് കണക്കുകൂട്ടാം. ലീഡറിന്റെ മറ്റൊരു ലക്ഷണം എന്ന് പറയുന്നത് ലീഡർ ഒപ്പം നിൽക്കും. ഒരു ജോലി ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോഴോ ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങളോടൊപ്പം നിൽക്കുന്ന ആളായിരിക്കും ലീഡർ. അയാളും ആ പ്രൊജക്റ്റിൽ പങ്കാളിയാകും. അതേസമയം ബോസ് എന്ന് പറയുമ്പോൾ അയാൾ ഒരു സൂപ്പർവൈസർ ആയിരിക്കും. നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ സൂപ്പർവൈസ് ചെയ്യുന്ന ഒരാളെയാണ് നമ്മൾക്ക് ബോസ് അല്ലെങ്കിൽ ബ്ലീഡിംഗ് ഡീക്കൻ എന്നുള്ള രീതിയിൽ നമുക്ക് കണക്കുകൂട്ടാം. ഒരു നല്ല ലീഡർ അവൻ ഒരിക്കലും മറ്റൊരാളെ ക്രിറ്റിസിസം ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവനോട് ഒരു പൊതുവേദിയിലോ രഹസ്യമായിട്ടോ പോലും വഴക്ക് പറയുവാനായിട്ട് ഒരു നല്ല ലീഡർ ശ്രമിക്കുകയില്ല. അത് ബ്ലീഡിംഗ് ഡീക്കന്റെ ലക്ഷണമാണ്. ഈ ക്രിറ്റിസിസവും ഹാർഷ് സ്കോൾഡിങ്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചിട്ട് വളരെ മോശമായ രീതിയിൽ വഴക്ക് പറയുക അല്ലെങ്കിൽ മോശമായ വാക്കുകൾ ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഒരു ബ്ലീഡിംഗ് ഡീക്കന്റെ ലക്ഷണമായിട്ട് നമുക്ക് കണക്കാക്കാം. ലീഡർ എപ്പോഴും ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ അത് മറ്റൊരാളുമായിട്ടുള്ള അഡ്വൈസ് കൊടുക്കുകയോ നിർദ്ദേശങ്ങൾ കൊടുക്കുകയോ ചെയ്യുന്നത് പ്രൈവറ്റ് സെറ്റിംഗിൽ വെച്ചായിരിക്കും, ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള സമയങ്ങളിലായിരിക്കും. അതേസമയം ബോസസ് എന്ന് പറയുന്നത് 4-5 പേര് കൂടി നിൽക്കുന്ന ആടയില് അവരെ വഴക്കു പറയും, അവരോട് മോശമായിട്ട് സംസാരിക്കും, നിങ്ങൾ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നുള്ള രീതിയിലുള്ള
അവരുടെ ഫീലിങ്സിനെ ഹെർട്ട് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവരെ മറ്റുള്ളവരുടെ മുമ്പിൽ എംബാരസ്ഡ്, അവരെ നാണം കെടുത്തുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഞാൻ അവനെ തോൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ചിന്തയിൽ സംസാരിക്കും. അതുകൊണ്ട് തന്നെ ലീഡർ എപ്പോഴും ഒരു അച്ചടക്കത്തിലായിരിക്കും നടക്കുന്നത്, ഒരു ഡിസിപ്ലിൻഡ് ആയിരിക്കും. അതേസമയം ബോസസ് അൺഡിസിപ്ലിൻ ആയിരിക്കും. അവരുടെ അപ്രോച്ച് എപ്പോഴും മറ്റുള്ളവരുടെ മേൽ കുതിര കയറുക എന്നുള്ള ഒരു ധാരണയിൽ, കുതിര കയറുക എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിച്ചത് എന്ന് വെച്ചാൽ മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടുക, മറ്റുള്ളവരെ മോശമായി സംസാരിക്കുക, മറ്റാൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയുക എന്നുള്ള രീതിയിലായിരിക്കും. പക്ഷെ ലീഡർ എപ്പോഴും നല്ലൊരു രീതിയിൽ മറ്റൊരാളെ വഴക്ക് പറയാത്ത, ത്രട്ടം ചെയ്യാത്ത, മറ്റൊരാളോട് മോശമായി സംസാരിക്കാത്ത നല്ലൊരു ആറ്റിറ്റ്യൂഡിന് ഉടമയായിരിക്കും നല്ലൊരു നേതാവ്, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന മുതിർന്ന നേതാവ്. ഒരു നല്ല ലീഡറെ പറ്റി മറ്റുള്ളവർ, ഹി വാസ് എ നാച്ചുറൽ ലീഡർ, അല്ലെങ്കിൽ അയാൾ ഒരു സ്വാഭാവികമായിട്ട് നല്ലൊരു ലീഡറാണ്, അല്ലെങ്കിൽ ഷീ വാസ് എ ഗ്രേറ്റ് ലീഡർ എന്ന് പറയുന്ന രീതിയിൽ നമ്മുടെ കൂട്ടായ്മയിൽ തന്നെ നമ്മൾ പലരെയും പറഞ്ഞിട്ടുണ്ട്, അയാൾ നല്ലൊരു ലീഡറാണ്, അയാൾ നന്നായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാനും, അല്ലെങ്കിൽ നമ്മുടെ ആൽക്കോളിക്സ് അനോണിമസിലെ ഗ്രൂപ്പ് മീറ്റിംഗുകൾ സംഘടിപ്പിക്കാനും, മറ്റ് കാര്യങ്ങൾ, കൺവെൻഷനുകൾ, സെമിനാറുകൾ, മറ്റുള്ളവരെ കൂട്ടിച്ചേർത്ത് നിർത്തുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഒരാളായിരിക്കും ലീഡർ. ബ്ലീഡിംഗ് ഡീക്കൻ എപ്പോഴും ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം വളരെ വറീഡായിട്ട്, ഇതിങ്ങനെയൊക്കെ പോയാൽ ശരിയാകുമോ, നാളെ എനിക്ക് ശേഷം പ്രളയം എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്ന ഒരാളായിരിക്കും ബ്ലീഡിംഗ് ഡീക്കൻ. നമുക്ക് ഒരു നിമിഷം നമ്മുടെ രണ്ടാം പാരമ്പര്യത്തില് പേജ് നമ്പർ 135 ബിൽ ഡബ്ല്യു എഴുതിയ ലേഖനത്തില് ഒരു കാര്യം പറയുന്നുണ്ട്. മുതിർന്ന നേതാക്കന്മാർ ആരാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന ബ്ലീഡിംഗ് ഡീക്കൻ ആരാണെന്ന്. അപ്പോ ആ വാക്ക് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ആത്യന്തികമായി മുതിർന്ന നേതാക്കന്മാരെന്നും തങ്ങളില്ലെങ്കിൽ ഗ്രൂപ്പ് തകരുമെന്നും തങ്ങളുടെ കാഴ്ചപ്പാട് മാത്രമാണ് ശരിയെന്നും ശഠിക്കുന്നവരുമെന്ന് എയുടെ ഭാഷയിൽ അറിയപ്പെടുന്ന 2 വിഭാഗങ്ങളിലായി അവർ വിഭജിക്കപ്പെടുന്നു. അപ്പോ തങ്ങളില്ലെങ്കിൽ ഗ്രൂപ്പ് തകരും, ഞങ്ങളുടെ കാഴ്ചപ്പാട് മാത്രമാണ് ശരി, ഇങ്ങനെ ശഠിക്കുന്നവരെയാണ് ബ്ലീഡിംഗ് ഡീക്കൻ എന്ന് പറയുന്നത്. മറ്റു അങ്ങനെ ഒരു ധാരണയില്ലാത്തവരെ നമ്മൾ എൽഡർ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ മുതിർന്ന നേതാക്കന്മാരെന്ന് ബുക്ക് വിശേഷിപ്പിക്കുന്നു. ആരാണ് സീനിയർ എൽഡർ സ്റ്റേറ്റ്മെന്റ്, അല്ലെങ്കിൽ നമ്മൾ പറയാം സീനിയർ സിറ്റിസൺ എന്നൊക്കെ പറയുന്ന പോലെ ആരാണ് എന്ന് ആ പേജിൽ തന്നെ പറയുന്നുണ്ട്. ഗ്രൂപ്പ് തീരുമാനത്തിന്റെ വിവേകം ഉൾക്കൊള്ളുന്ന, തരം താഴ്ത്തപ്പെട്ട, തന്റെ അന്തസ്സിൽ ഒരു നീരസവും തോന്നാത്ത, തന്റെ അതിയായ അനുഭവ സമ്പത്താൽ ദൃഢമാക്കപ്പെട്ട, കൃത്യമായ വിലയിരുത്തലുകൾ ഉള്ള സംഭവവികാസങ്ങളുടെ വരവിനായി ക്ഷമയോടെ ശാന്തമായി കാത്തിരിക്കാൻ തയ്യാറുള്ള ഒരാളാണ് മുതിർന്ന നേതാവ്. എന്നാൽ ബ്ലീഡിംഗ് ഡീക്കൻ എന്ന് പറയുമ്പോ അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിന്റെ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനു വേണ്ടി രഹസ്യമായി തുടർച്ചയായി ചില ചരടുവലികൾ നടത്തുന്ന, സ്വയാനുകമ്പയാൽ സ്വയം ദഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. രക്തമൊലിക്കുന്ന രൂപങ്ങൾ എന്നൊക്കെ ബ്ലീഡിംഗ് ഡീക്കനെ പറ്റി അവിടെ പറഞ്ഞിട്ടുണ്ട്. മലയാളത്തില് പേജ് നമ്പർ 135 വായിച്ചാല് നമുക്ക് അറിയാം. എയുടെ ഒരു ദുർഘടാവസ്ഥയെ നന്നായി പരിഹരിക്കുന്ന, അല്ലെങ്കിൽ അതിനൊരു ശാന്തമായ അഭിപ്രായം പറയുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഉറച്ച അറിവ് വിനയപൂർണമായിട്ട് തരുന്ന ഒരാളെ നമുക്ക് എൽഡർ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ മുതിർന്ന നേതാവ് എന്നൊക്കെ വിവരിക്കാം. അവരെ പറ്റി ബിൽ ഡബ്ല്യു പറയുന്നത് അവർ ഒരിക്കലും ഉത്തരവുകൾ നടത്തുന്നില്ല, നിങ്ങൾ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണമെന്ന് പറയുന്നില്ല. പക്ഷെ അവർ സ്വയം മാതൃകയായിട്ട് മാറുകയാണ്. നിങ്ങൾ ഇങ്ങനെയാണ്, എന്നെ പോലെ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ഒരു നോട്ടീസായിട്ട് മാറുകയാണ് മറ്റുള്ളവരുടെ മുന്നിൽ. ഇത്തരം മുതിർന്ന നേതാക്കന്മാർ അവർ ഗ്രൂപ്പിന്റെ മനസാക്ഷിയുടെ തീരുമാനത്തിന് തങ്ങളുടേതായ ചില അറിവുകൾ പകർന്നു കൊടുക്കും. അങ്ങനെ ഗ്രൂപ്പിന്റെ മനസാക്ഷിയെ സഹായിക്കുന്ന, അല്ലെങ്കിൽ അവർ ആ ഗ്രൂപ്പിന്റെ മനസാക്ഷിയുടെ തീരുമാനത്തെ സഹായിക്കാനായിട്ട് ശ്രമിക്കുന്നവർ കൂടിയാണ് ഈ മുതിർന്ന നേതാക്കന്മാർ. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഉള്ളിലെത്തിയപ്പോഴാണ് എനിക്ക് ഈ 2 വാക്കുകൾ കേട്ടത്. അതിനു മുമ്പ് നമ്മൾ എങ്ങനെയാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഉള്ളിലെത്തുന്നത്? ആൽക്കഹോളിക്സ് അനോണിമസിലെ ഒരു സാഹിത്യത്തിന്റെ ഒരു പാരഗ്രാഫ് ഞാൻ വായിച്ചത് ഇങ്ങനെയാണ്, ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: ആ വാതിലുകൾക്ക് വലിയ കനമുണ്ടായിരുന്നു. നമുക്കറിയാം ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഉള്ളിൽ പല മെമ്പേഴ്സ് എത്തുന്നത് വിവിധ സാഹചര്യങ്ങളിൽ നിന്നാണ്. ചിലർ ഡൈവോഴ്സിന്റെ വക്കിലെത്തുമ്പോൾ കോടതികള് നമ്മളെ ശുപാർശ ചെയ്യും, നിങ്ങൾ എ മീറ്റിങ്ങിന് പോകണമെന്ന് പറയും. മറ്റ് ചിലര് ക്രിമിനൽ കേസിലൊക്കെ പ്രതിയായി കോർട്ടിൽ ചെല്ലുമ്പോൾ അവര് നമ്മളെ ശുപാർശ ചെയ്യും. അല്ലെങ്കിൽ
ഭാര്യ നിരന്തരമായിട്ടുള്ള അടിയും ഇടിയും ബഹളമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഭാര്യ എവിടെയെങ്കിലുമൊക്കെ അന്വേഷിച്ച് നടന്ന് എവിടെ നിന്നെങ്കിലും കിട്ടിയ അറിവ് വെച്ചിട്ട് ഇവരോട് AA മീറ്റിങ്ങിന് പോകാൻ പറയും. അങ്ങനെ ഭാര്യ കണ്ടുപിടിച്ച് ഭാര്യയുടെ ശുപാർശയാല് വരുന്നവരുണ്ട്. സ്വന്തം കൂട്ടുകാർ കൂടി നിർത്തിയത് കണ്ട് എനിക്ക് മാറണമെന്ന് ആഗ്രഹിച്ച് വരുന്നവരുണ്ട്. ജയിലിന്റെ ഉള്ളിൽ വെച്ച് AA പറ്റി കേട്ട് വരുന്നവരുണ്ട്. ജയിലിൽ ദീർഘനാള് കടന്ന് AA മീറ്റിംഗ് കൂടിയിട്ട് അതിനുശേഷം പുറത്തിറങ്ങി AA മീറ്റിംഗിൽ വരുന്നവരുണ്ട്. ചില ഡോക്ടർമാർ നിർദ്ദേശം ചെയ്യാറുണ്ട്, നിങ്ങൾ AA മീറ്റിങ്ങിന് പോകണം, ആൽക്കഹോളിക് ആയിട്ടുള്ള ആളുകളോട് നിർദ്ദേശം ചെയ്യാറുണ്ട്. അപ്പോ അങ്ങനെ സമൂഹത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ആളുകൾ നമ്മുടെ AA മീറ്റിംഗിൽ എത്തുന്നത്. നമുക്കറിയാം, 3-ാം പാരമ്പര്യം പറയുന്നു, മദ്യപാനം നടത്തണമെന്നുള്ള ആഗ്രഹം മാത്രം മതി AAയിൽ ചേരുവാനുള്ള ഒരേ ഒരു യോഗ്യത. എന്നാൽ ഈ ട്രഡീഷൻ അല്ലെങ്കിൽ ഈ പാരമ്പര്യം 3 നിലവിൽ വരുന്നതിന് മുമ്പ് നമ്മൾ അനുഭവിച്ചിട്ടുള്ള കുറെ പേറ്റുനോവുകളുണ്ട്. അതിന്റെ ചിത്രം തന്റെ ലേഖനത്തിലൂടെ BW പങ്കുവെക്കുന്നുണ്ട്. കാരണം AAയിലേക്ക് എല്ലാവരെയും പ്രവേശിപ്പിക്കേണ്ട എന്നൊരു തീരുമാനങ്ങൾ എടുക്കാനായിട്ട് പലരും അന്നത്തെ പഴമക്കാരായ പലരും ശ്രമിച്ചു. ശുദ്ധ മദ്യപാനികൾ അല്ലെങ്കിൽ പൂർ ആൽക്കഹോളിക്സ് അവരെ മാത്രം പ്രവേശിപ്പിക്കാം എന്നുള്ള ഒരു ധാരണയൊക്കെ വന്നു തുടങ്ങിയിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ. ആരാണ് ഈ പൂർ ആൽക്കഹോളിക്സ് അല്ലെങ്കിൽ ശുദ്ധ മദ്യപാനികൾ, അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു ഭാഷയിൽ പറഞ്ഞ വിശുദ്ധ മദ്യപാനികൾ? അവർ മദ്യം കഴിക്കുന്നുണ്ട്. മദ്യത്തിന്റെ ദുരിതഫലങ്ങളുണ്ട് അവരുടെ ശാരീരികമായിട്ടും മാനസികമായിട്ടും. പക്ഷെ മറ്റ് പ്രശ്നങ്ങൾ അവരെ ബാധിച്ചിട്ടില്ല. അതുകൊണ്ട് അവരെ മാത്രം പ്രവേശിപ്പിക്കുക, മദ്യാസക്തരെ മാത്രം പ്രവേശിപ്പിക്കുക. അതുകൊണ്ട് പ്രശ്നമുണ്ടായവരെ മാത്രം പ്രവേശിപ്പിക്കുക. മദ്യാസക്തരെ എന്ന് പറയുമ്പോൾ അവർക്ക് അവരുടെ ധാർമ്മികത നോക്കുക. അതായത് നമ്മൾ പുറത്തു നിർത്താൻ ആഗ്രഹിച്ചവര് ബെഗേഴ്സ്, അതായത് തെരുവുതണ്ടികൾ, അല്ലെങ്കിൽ ഭ്രാന്താലയത്തിലെ അന്തേവാസികള്, തടവുകാര്, ഈ സ്വവർഗാനുരാഗികള്, പിന്നെ ആഭിസാരികമാർന്നോ അല്ലെങ്കിൽ വ്യഭിചാരികൾ എന്നൊക്കെ വിളിക്കുന്ന സ്ത്രീകൾ, ഇവരെയൊന്നും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കരുത്, അത് നമ്മെ നശിപ്പിക്കുമെന്ന് ഒരു മികച്ച വേലി കെട്ടാനായിട്ട് നമ്മൾ ശ്രമിച്ചു. പക്ഷേ അതിപ്പോ നമുക്കൊരു തമാശയാണ്, കോമിക്കാണ്. കാരണം നമ്മൾ അവരോടെല്ലാം സഹിഷ്ണുത കാണിക്കാൻ തുടങ്ങി. നമ്മൾ അസഹിഷ്ണുത നമ്മളിൽ നിന്ന് എടുത്തു മാറ്റിക്കൊണ്ട് അവരെ നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുവാൻ തുടങ്ങി. നമ്മളെ നശിപ്പിക്കും, അല്ലെങ്കിൽ ആൽക്കഹോളിസിനെ നശിപ്പിക്കും എന്നുള്ള ഭയം കൊണ്ടുണ്ടായ ആ അസഹിഷ്ണുത, ആ വേലി നമ്മൾ പൊളിച്ചു കഴിഞ്ഞപ്പോ, അവരുള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പോ, നമ്മുടെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ 12 പടികൾ അവർ സ്വീകരിക്കാനായിട്ട് കഴിഞ്ഞപ്പോൾ അങ്ങനെ വന്ന ആളുകള്, അതായത് സ്വവർഗാനുരാഗികള്, തടവുകാര്, ഭ്രാന്താലയത്തിലെ അന്തവാസികള്, ജയിലിൽ കഴിഞ്ഞവര്, ഈ പറയുന്ന വ്യഭിചാരികളെല്ലാം പിന്നീട് നമ്മുടെ ക്ഷമയെക്കുറിച്ചും സഹിഷ്ണുതയെക്കുറിച്ചും തുറന്ന മനസ്സിനെക്കുറിച്ചും ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചും എല്ലാം പഠിപ്പിക്കുന്ന നല്ല അധ്യാപകരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ നമുക്കറിയാം, ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറയുന്നത് പൊതുസമൂഹത്തിന്റെ ഒരു ഭാഗമാണ്. പൊതുസമൂഹത്തിൽ ആരൊക്കെയുണ്ടോ അവിടെയുള്ള ആളുകൾ തന്നെയാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നത്. അവര് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തില്, വർഗത്തിന്റെ അടിസ്ഥാനത്തില്, രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തില്, ചിലപ്പോൾ ഭാഷയുടെ അടിസ്ഥാനത്തിലുമെല്ലാം, അതിർത്തികളുടെ അടിസ്ഥാനത്തില്, രാജ്യങ്ങളുടെ അടിസ്ഥാനത്തില്, സ്റ്റേറ്റുകളുടെ അടിസ്ഥാനത്തിലെല്ലാം വ്യത്യസ്തരാണ്. പക്ഷെ അവരെല്ലാം ഇന്ന് നമുക്ക് ഉള്ളിൽ കയറ്റാൻ കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഇന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയാൻ കഴിയും, ചില ഗവൺമെന്റുകൾക്കുള്ള, ചില സമൂഹത്തിലെ മറ്റ് സംഘടനകൾക്കുള്ള, അല്ലെങ്കിൽ ചില ക്ലബ്ബുകൾക്കുള്ള, ചില ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്കുള്ള ഒരു നിബന്ധനകളും ഏകില്ല. നമ്മൾ ഒരംഗത്തെയും ശിക്ഷിക്കുന്നില്ല, ഒരംഗത്തെയും തടസ്സപ്പെടുത്തുന്നില്ല, ഒരംഗത്തെയും എന്തെങ്കിലും ചെയ്യുന്നതിനായി നിർബന്ധിക്കുന്നില്ല, ഒരംഗത്തിനെയും എന്തെങ്കിലും വിശ്വസിക്കുന്നതിനായി നിർബന്ധിക്കില്ല, ഒരംഗത്തെയും എന്തെങ്കിലും അനുസരിക്കാനോ ആരെയും നിർബന്ധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ധൈര്യപൂർവം പറയുന്നത്. എത്ര ലളിതമാണ് 3-ാം പാരമ്പര്യം. ഒരംഗം തന്റെ പറമ്പിലോ തന്റെ ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ അദ്ദേഹം ആയിരിക്കുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ട് പറയുകയാണ്, ഞാൻ ഒരു AA അംഗമാണ് എന്ന് പറയുന്നതാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ അംഗത്വം. സിമ്പിൾ.
നമ്മൾ ശ്രദ്ധിക്കണം, ഒരംഗം അദ്ദേഹത്തിന്റെ ഏത് സാഹചര്യത്തിലായാലും സ്വയം പറയുകയാണ്, ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ അംഗമാണ്. ഇത്രയും മാത്രമേ ഉള്ളൂ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ അംഗത്വത്തിനുള്ള നിബന്ധന. അദ്ദേഹം ഫീസ് അടയ്ക്കണ്ട, അദ്ദേഹത്തിന്റെ ഏതെങ്കിലും സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കണ്ട, അദ്ദേഹം ആൽക്കഹോളിക് ആണോ എന്ന് പോലും നമ്മളോട് പറയേണ്ട ആവശ്യമില്ല. നമുക്കറിയാം, ഹോണസ്റ്റ് ഡിസൈർ ടു സ്റ്റോപ്പ് ഡ്രിങ്കിങ് എന്നായിരുന്നു മൂന്നാം പാരമ്പര്യത്തിന്റെ ആദ്യത്തെ വിഭാവനം ചെയ്തിരുന്നത്. പക്ഷെ നമ്മൾ ഹോണസ്റ്റ് എന്ന വാക്ക് നമ്മൾ എടുത്തു കളഞ്ഞു. എന്തുകൊണ്ടാണ് ഹോണസ്റ്റ് എടുത്തു കളഞ്ഞത്? നമുക്ക് ഹോണസ്റ്റ് ഡിസയർ അല്ലെങ്കിൽ സത്യസന്ധമായ ആഗ്രഹം അളക്കാനുള്ള മെഷീൻ നമ്മുടെ കയ്യിലില്ല. അയാൾക്ക് ആഗ്രഹമുണ്ടോ എന്നറിയാൻ അറിയത്തില്ല. എങ്ങനെ അറിയാനുള്ള ഒരു മാർഗവുമില്ല. അത് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഇൻസൈഡ് വർക്കാണ്. ആൽക്കഹോളിക് അനോണിമസ് എന്ന് പറയുന്നത് ഔട്ട്സൈഡ് വർക്കല്ല, ഇൻസൈഡ് വർക്കാണ്. നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ, ഹൃദയത്തിന്റെ ഉള്ളിൽ, നമ്മുടെ ചിന്തകളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, മാനസിക മാറ്റം, ഹൃദയത്തിൽ ഉണ്ടാകുന്ന മാറ്റം, ചിന്തകൾക്കുണ്ടാകുന്ന മാറ്റത്തിലൂടെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ അംഗത്വം എന്ന് പറയുന്നത് മദ്യപാനം നിർത്താനുള്ള ആഗ്രഹം മാത്രമാണ്. ചിലരെല്ലാം തമാശയായിട്ട് പറയും, മദ്യപാനം നിർത്താനുള്ള ആഗ്രഹത്തോടു കൂടി ആ ജീവിതാവസാനം വരെ കുടിക്കുകയും ചെയ്യാമെന്ന്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മദ്യാസക്തിയിൽ നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നവരായതുകൊണ്ട് നമ്മൾ മാറി നിൽക്കുന്നു. മദ്യാസക്തിയിൽ നിന്ന് മാറി നിൽക്കുന്നവരുടെ കൂട്ടായ്മയാണ് ആൽക്കഹോളിക്സ് അനോണിമസ്. പലരും ചിലപ്പോഴൊക്കെ അറിയാതെ പറയാറുണ്ട് മദ്യപാനികളുടെ കൂട്ടായ്മ. മദ്യപാനികളുടെ കൂട്ടായ്മയല്ല. മദ്യപാനികളുടെ കൂട്ടായ്മ നമുക്കറിയാം. എവിടെയാണ് മദ്യപാനികളുടെ കൂട്ടായ്മ? ബാർ, ബ്രാൻഡിക്കടകള്, ഏതെങ്കിലും പാർട്ടികള്, ധാബുകള്, ഇതൊക്കെ അവിടെയൊക്കെയാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മദ്യത്തിൽ നിന്ന് മാറി നിൽക്കുന്നവരുടെ കൂട്ടായ്മയാണ്. അപ്പോൾ നമ്മുടെ ഈ അംഗത്വ നിയമം എത്ര സിമ്പിളാണ്, എത്ര അർത്ഥസമ്പൂർണമാണ്. എന്തെന്നാല് എല്ലാ കടുത്ത മദ്യപാനികളോടും പറയുകയാണ്, നിങ്ങൾ എയിലെ ഒരംഗമാണ്. അപ്രകാരം നിങ്ങൾ പറയുന്നുവെങ്കിൽ നിങ്ങൾ ഇതിനുള്ളിലാണ്. നിങ്ങൾക്ക് അത് സ്വയം പ്രഖ്യാപിക്കാം. ആർക്കും നിങ്ങളെ പുറത്തു നിർത്താൻ കഴിയുകയില്ല. നിങ്ങൾ ആര് തന്നെയായാലും, നിങ്ങൾ എത്ര തന്നെ അധപതിച്ചു പോയിരുന്നാലും, നിങ്ങളുടെ വൈകാരിക സങ്കീർണതകൾ, നിങ്ങളുടെ കുറ്റകൃത്യങ്ങൾ പോലും എത്ര തന്നെ ഗുരുതരമായിരുന്നാലും എയിൽ നിന്ന് നിങ്ങളെ നിഷേധിക്കുവാൻ ഞങ്ങൾക്ക് കഴിയില്ല. നിങ്ങളെ പുറത്തു നിർത്താൻ ഞങ്ങൾക്ക് ആഗ്രഹവുമില്ല. നിങ്ങൾ എത്ര തന്നെ അക്രമാസക്തനോ വക്രതയുള്ളവനോ ആയിരുന്നാലും നിങ്ങൾ ഞങ്ങളെ അപായപ്പെടുത്തുമെന്ന് അല്പം പോലും ഞങ്ങൾ ഭയക്കുന്നില്ല. സുബോധത്തിനായി ഞങ്ങൾക്കുണ്ടായിരുന്നത് അതുപോലെ തന്നെ മഹത്തായ ഒരു അവസരം നിങ്ങൾക്കും ഉണ്ടാകണമെന്ന് ഉറപ്പാക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചു. അതിനാൽ നിങ്ങൾ സ്വയം പ്രഖ്യാപിക്കുന്ന നിമിഷം മുതൽ നിങ്ങൾ എയിലെ അംഗമാണ്. സിമ്പിൾ. എന്ത് സിമ്പിളാണ്. നിങ്ങൾ പ്രഖ്യാപിക്കുന്നിടത്തോളം കാലം, നിങ്ങൾ പ്രഖ്യാപിക്കുന്ന നിമിഷം മുതൽ നിങ്ങൾ എയിലെ അംഗമാണ്. നമുക്കറിയാം ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പാരമ്പര്യങ്ങള് 12 പാരമ്പര്യങ്ങളുണ്ട്. 1 മുതൽ 12 വരെയുള്ള പാരമ്പര്യങ്ങൾ രൂപപ്പെട്ടത് എങ്ങനെയാണ് എന്ന് 12 അല്ലെങ്കിൽ 12 പാരമ്പര്യങ്ങൾ 12 പടികൾ എന്ന് പറയുന്ന പുസ്തകത്തില് ഒരു ഭാഗത്ത് ബിൽ ഡബ്ല്യു പറയുന്നത് ഇങ്ങനെയാണ്: അനുഭവങ്ങളുടെ തീച്ചൂളയിൽ വെച്ച് നമ്മുടെ സമൂഹത്തിന്റെ ഘടന വാർത്തെടുത്തു. നമുക്കറിയാം, നമുക്ക് ഈ കൊല്ലന്മാരുടെ അടുത്തൊക്കെ കത്തിയോ ഒക്കെ കാച്ചിക്കാൻ കൊടുക്കുമ്പോ അവര് ആ തീച്ചൂളയിലേക്ക് കത്തി വെച്ചിട്ട് ചൂടാക്കി പഴുപ്പിച്ച് അടിച്ചടിച്ച് പരത്തി നമുക്ക് കൂടുതൽ മൂർച്ചയുള്ള ആയുധമാക്കി മാറ്റും. അതുപോലെ തന്നെയാണ് അനുഭവങ്ങൾ കൊണ്ട് തന്നെയാണ് നമ്മൾ മൂർച്ചയുള്ള പാരമ്പര്യങ്ങൾ സൃഷ്ടിച്ചെടുത്തത്. ഇങ്ങനെ പല സാഹചര്യങ്ങളിലാണ് നമ്മൾ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ വാതിലുകൾ തുറന്നുകൊണ്ട് എയുടെ ഉള്ളിലേക്ക് വന്നത്. അപ്പോ നമ്മൾക്ക് ഓരോരുത്തർക്കും നമ്മൾ എങ്ങനെയാണ് എയിൽ വന്നത് എന്ന് ഒരു ദിവസം ഫോഴ്സ് ചെയ്ത് ചിന്തിക്കാം. അതോടൊപ്പം ഇനി ഞാൻ വന്ന പോലെ തന്നെയാണ് പുതിയ ആളുകളും ഇതിനുള്ളിൽ വരുന്നത്. അങ്ങനെ നമ്മൾ ഓരോരുത്തരും എയിലേക്ക് എത്തിപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇനി വരാനിരിക്കുന്ന ഒരു മദ്യപാനിയുടെ രക്ഷപ്പെടാനുള്ള ഒരു ചാൻസിനെ അല്ലെങ്കിൽ സാധ്യതയെ നമ്മൾ ഒരു കാരണവശാലും എടുത്തു കളയരുത്. അങ്ങനെ കളയുകയാണെങ്കിൽ അവനെ വീണ്ടും മരണശിക്ഷയ്ക്ക് വിധേയമാക്കുന്നതിന് തുല്യമാവും. അതുകൊണ്ട് തന്നെ ആരുമായിക്കൊള്ളട്ടെ, അവനെ എന്ത് തരക്കാരനായിക്കോട്ടെ, ഏത് സാഹചര്യത്തിൽ നമ്മുടെ ഉള്ളിലേക്ക് വന്നവനായിക്കോട്ടെ, വീണ്ടും മദ്യപാനം എന്ന് പറയുന്ന അല്ലെങ്കിൽ മദ്യാസക്തി എന്ന് പറയുന്ന അന്തമില്ലാത്ത ദുരിതത്തിലേക്ക് അവനെ വീണ്ടും തള്ളിവിടുന്നില്ല. കാരണം നമ്മുടെ അനുഭവങ്ങൾ നമ്മളെ അത് പഠിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്റെ തന്നെ രോഗിയായ അല്ലെങ്കിൽ മദ്യാസക്ത രോഗിയായ തന്റെ സഹോദരന്റെ
ന്യായാധിപനാകാനോ അല്ലെങ്കിൽ അവനെ വിധിക്കുന്ന ഏതെങ്കിലും ന്യായാധിപ സമിതിയിൽ അംഗമാകാനും അല്ലെങ്കിൽ അവനെ കൊല്ലാൻ വിധിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളിൽ അവന്റെ ആരാച്ചാരാകാനും നമ്മളിൽ ആരും ഇന്ന് ധൈര്യപ്പെടുന്നില്ല. നമ്മൾ അങ്ങനെയുള്ള ഒരു പരിപാടിക്കും നിൽക്കുന്നില്ല. ഈ വിഷയം അല്ലെങ്കിൽ എൽഡർ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ബ്ലീഡിംഗ് ഡീക്കൻ എന്ന വിഷയം പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഈ ഞാൻ മൂന്നാം പാരമ്പര്യത്തിലേക്കൊക്കെ പോയി, എന്തുകൊണ്ടാണ് ആരാണ് ഏയിൽ അംഗങ്ങൾ എന്ന് പറയുന്നതൊക്കെ എന്നൊക്കെ ഒരു സംശയമൊക്കെ നമുക്ക് ഇടയ്ക്ക് തോന്നിയേക്കാം. ഇതിന് പ്രധാന കാരണം നമുക്കറിയാം ആരാണ് ആൽക്കഹോളിക്സ് അനോണിമസിലെ യഥാർത്ഥ അംഗങ്ങൾ. നമുക്കറിയാം ഇപ്പോ ആരാണ് ഈ പൊതുസമൂഹത്തിൽ നിന്ന് പല പല പ്രശ്നങ്ങളുമായി നേരിട്ട് ജയിലിൽ കഴിഞ്ഞവരും സമൂഹത്തിലെ പല പ്രശ്നങ്ങളും നേരിട്ടവരാണ് എയിൽ വരുന്നതെന്ന് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ അതിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് പോകുകയാണ്. രണ്ടാം ഭാഗത്തിലേക്ക് ഞാൻ പോകുമ്പോൾ എനിക്ക് പറയാൻ എന്റെ മനസ്സ് എന്നോട് പറയുന്നത് ഒന്നാം പാരമ്പര്യത്തെക്കുറിച്ചാണ്. ഒരംഗം ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഉള്ളിലെത്തി കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹം കേൾക്കുന്ന ഒരു വാചകമാണ് ഒന്നാം പാരമ്പര്യം. നമ്മുടെ പൊതുനന്മയാണ് ആദ്യത്തെ ലക്ഷ്യം. എയുടെ ഐക്യത്തെ ആശ്രയിച്ചാണ് വ്യക്തിപരമായ മോചനം. ഇത് പലപ്പോഴും ഡൗട്ട് അടിക്കും. എന്താണ് ഈ പൊതുനന്മ? ആൽക്കഹോളിക്സ് അനോണിമസിന്റെ നന്മ, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ നന്മ, ഇതാണ് നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം. ആ ലക്ഷ്യത്തെ മുൻനിർത്തി ഞാൻ ഐക്യം സ്ഥാപിച്ചെടുക്കാൻ ശ്രമിച്ചാൽ ആ ഐക്യത്തെ ആശ്രയിച്ചാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള മോചനം സാധ്യമാകുന്നതെന്ന് ഒരംഗം മനസ്സിലാക്കുന്നു. നമ്മളെല്ലാവരും ഐക്യത്തോടെ നിലനിൽക്കണം. നമ്മളെല്ലാവരും ഐക്യത്തോടെ നിലനിന്നില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? എ എന്ന് പറയുന്ന അല്ലെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറയുന്ന മദ്യാസക്തരുടെ ജീവൻ രക്ഷിക്കാൻ പറ്റുന്ന, മരണത്തിൽ നിന്ന് തൊട്ടു മുമ്പിൽ പോലും അവന് മോചനം സാധ്യമാക്കുന്ന ഈ വലിയ ഫെലോഷിപ്പ് ഇല്ലാതാകും നമ്മൾ ഐക്യത്തോടെ നിന്നില്ലെങ്കിൽ. ഐക്യമില്ലെങ്കിൽ എയുടെ ഹൃദയസ്പന്ദനം നിലച്ചു പോകുമെന്നാണ് ബിൽ ഡബ്ല്യു എഴുതിയിരിക്കുന്നത്. എത്ര മനോഹരമായ വാക്കാണ്. ഐക്യമാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഹാർട്ട്, ഹൃദയം. ആ ഐക്യമില്ലെങ്കിൽ നമ്മുടെ സ്പന്ദനം നിലച്ചു പോകും. നമ്മുടെ ഈ ലോകത്തിലെ ധമനികൾ ജീവദായകമായ ദൈവകൃപ കൂടുതലായി വഹിക്കുകയില്ല. നമുക്കുള്ള ദൈവത്തിന്റെ സമ്മാനം അലക്ഷ്യമായി ചെലവഴിക്കപ്പെടും. അപ്പോൾ നമ്മൾ ഒന്നിച്ചു നിന്നാൽ, ഒരു ഗ്രൂപ്പ് ഒന്നിച്ചു നിന്നാൽ, ഒരു ഇന്റർ ഗ്രൂപ്പ് ഒന്നിച്ചു നിന്നാൽ, ഒരു ഡിസ്ട്രിക്ട് കമ്മിറ്റി ഒന്നിച്ചു നിന്നാൽ, ഒരു റീജിയൻ ഒന്നിച്ചു നിന്നാൽ, ഒരു രാജ്യം ഒന്നിച്ചു നിന്നാൽ, അവിടെയുള്ള അംഗങ്ങൾ ഒന്നിച്ചു നിന്നാൽ നമ്മൾ ദൈവത്തിന്റെ സമ്മാനം വഹിച്ചുകൊണ്ട് മറ്റുള്ളവരിലേക്ക് സന്ദേശം എത്തിക്കാനും നമുക്ക് സാധിക്കും. നമ്മുടെ തന്നെ ജീവൻ നിലനിർത്താനും നമുക്ക് സാധിക്കും. ഇപ്പോൾ ചില അംഗങ്ങള് അവരുടെ മനസ്സിൽ ഒരു സംശയം തോന്നിയേക്കാം. അതായത് എയുടെ ഉള്ളില് എത്തപ്പെട്ട ഒരു വ്യക്തി, അയാൾക്ക് യാതൊരു സ്വാതന്ത്ര്യവും ഇല്ലേ? ഈ ഗ്രൂപ്പാണോ അയാളെ ഭരിക്കുന്നത്? ഈ ഗ്രൂപ്പ് അയാളെ വിഴുങ്ങിക്കളയുകയാണോ എന്ന് ചിന്തിച്ചേക്കാം. അവിടെയാണ് ഒന്നാം പാരമ്പര്യത്തില് ബിൽ ഡബ്ല്യു പറയുന്നത് ഇല്ല, നോ എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. വ്യക്തിഗത അംഗങ്ങൾക്ക് ആത്മാർത്ഥമായ സംരക്ഷണം വാരിക്കോരി നൽകുന്ന മറ്റൊരു കൂട്ടായ്മ ഈ ഭൂമിയിലുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അദ്ദേഹം പറയുന്നത് ഓൾ ഓവർ ദ വേൾഡ്, ഈ ലോകത്ത് അല്ലെങ്കിൽ ഈ ഭൂമിയില് ഇങ്ങനെ വ്യക്തികൾക്ക് സംരക്ഷണം നൽകുന്ന, വാരിക്കോരി നൽകുന്ന മറ്റൊരു കൂട്ടായ്മയില്ല. എന്താണത്? അതിന് കാരണം, അങ്ങനെ പറയാനുള്ള കാരണം, ഒരു അംഗത്തിന് അദ്ദേഹത്തിന് താൻ ആഗ്രഹിക്കുന്ന പോലെ പ്രവർത്തിക്കാം, താൻ ആഗ്രഹിക്കുന്ന പോലെ സംസാരിക്കാം, താൻ ആഗ്രഹിക്കുന്ന പോലെ ചിന്തിക്കാം. ആ തരം വ്യക്തികളുടെ അവകാശത്തെ കൂടുതൽ അസൂയയോടെ സംരക്ഷിക്കുന്ന മറ്റൊരു പ്രസ്ഥാനവും ലോകത്തില്ല, തീർച്ചയായും ഇല്ല. എന്തെങ്കിലും ചെയ്യുന്നതിന് മറ്റൊരാളെ അല്ലെങ്കിൽ ഒരു അംഗത്തിനെ നിർബന്ധിക്കുന്നതിനോ ഒരു എക്കും കഴിയുകയില്ല. ഒരു അംഗത്തിനും മറ്റൊരാളെ നിർബന്ധിക്കാൻ കഴിയില്ല. ഒരു അംഗത്തിനും ആരെയും ശിക്ഷിക്കാൻ കഴിയുകയില്ല. ഒരു എക്കും അദ്ദേഹത്തെ പുറത്താക്കാൻ കഴിയില്ല. രോഗശമനത്തിലുള്ള നമ്മുടെ 12 പടികളും നിർദ്ദേശങ്ങളാണ്. നമുക്കറിയാം ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഉള്ളിൽ വന്ന് കുറെ കാലങ്ങളൊക്കെ കഴിയുമ്പോൾ ഇത് നിർദ്ദേശങ്ങളല്ല, ഇത് ഞാൻ തീർച്ചയായും ചെയ്യേണ്ടതാണെന്നൊക്കെ പിന്നീട് മനസ്സിലാക്കുന്നുണ്ടെങ്കിലും തുടക്കം വരുന്ന ഒരാൾക്ക് അതൊരു നിർദ്ദേശങ്ങളാണ്. അത് 12 പാരമ്പര്യങ്ങളാകട്ടെ എയുടെ ഐക്യം ഉറപ്പാക്കുന്നതാണ്. അവിടെ ഒന്നും ഒരു അരുതുകൾ അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യരുത് എന്നുള്ള വാക്കൊന്നും ആൽക്കഹോളിക്സ് അനോണിമസ് ഉപയോഗിക്കുന്നില്ല.
ആൽക്കഹോളിക്സ് അനോണിമസിൽ ആദ്യമായിട്ട് വരുന്ന ഒരു എ അംഗത്തിന്, അല്ലെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഉള്ളിലേക്ക് കടന്നു വരുന്ന എ അംഗത്തിന് ഇങ്ങനെ ഒരു തോന്നൽ വരാം. അതായത് നമുക്ക് എന്തും ചെയ്യാം, നമുക്ക് എന്തും പറയാം. അങ്ങനെ ഉള്ള ഒരു സംഘടനയാണോ ഇത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഫെലോഷിപ്പാണോ ഇത്? ഈ സ്വാതന്ത്ര്യത്തെ എനിക്ക് എന്റെ ഇഷ്ടം പോലെ വിനിയോഗിക്കാൻ കഴിയുമോ? അല്ലെങ്കിൽ ഇത്തരം നമ്മൾ മുന്നേ കണ്ട പല സാഹചര്യങ്ങളിൽ നിന്ന് എയിലേക്ക് കടന്നു വരുന്ന ആളുകൾ എങ്ങനെയാണ് ഒന്നിച്ച് നിൽക്കുന്നത്? അതിന് കാരണം ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞപ്പോ അവർക്കൊരു കാര്യം മനസ്സിലാകും, ഇവിടെ ചില പ്രവൃത്തികൾ ചെയ്യണം, 12 പടികൾ എന്ന് പറയുന്ന ചില പ്രവൃത്തികൾ ചെയ്യണം. അങ്ങനെ അവർ തങ്ങളിൽ തന്നെ ഒരു അനുസരണം വളർത്തിയെടുക്കണം. അതാണ് നമ്മളെ ഐക്യത്തോടെ നിലനിർത്തുന്നത്. കാരണം എയിൽ എത്തിക്കഴിയുമ്പോ ആ അംഗത്തിന് മോചനം നേടുന്നതിനുള്ള തത്വങ്ങൾ അല്ലെങ്കിൽ റൂൾസ് 12 പടികൾ എന്നത് മനസ്സിലാകും. ആ തത്വങ്ങൾ അനുസരിച്ച് തന്റെ ജീവിതത്തിൽ പെരുമാറണമെന്ന് മനസ്സിലാകും. അയാളുടെ ജീവിതം സത്യത്തില് അത്തരം ആത്മീയ തത്വങ്ങളോട്, അല്ലെങ്കിൽ 12 പടികൾ എന്ന് പറയുന്ന ആത്മീയ തത്വങ്ങളോടുള്ള ഒരു അനുസരണയെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു. ഇനി അയാൾ ഈ 12 പടികൾ സ്വീകരിക്കാൻ തയ്യാറായില്ലെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു അനുസരണം തന്റെ ജീവിതത്തിൽ വളർത്തിയെടുക്കാൻ സാധിച്ചില്ല എങ്കിൽ അയാൾ പെട്ടെന്ന് തന്നെ ആൽക്കഹോളിക്സ് അനോണിമസിൽ നിന്ന് ദൂരെയാകും. അയാള് തന്റെ പിഴകൾ ഉറപ്പും പെട്ടെന്ന്, അല്ലെങ്കിൽ ക്ഷിപ്രവുമാണ്, ഉറപ്പും ക്ഷിപ്രവുമാണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കിട്ടും. അദ്ദേഹത്തിന് അധികം ദൂരം വ്യതിചലിച്ചാൽ അയാൾ രോഗിയാവുകയും മരിക്കുകയും ചെയ്യുന്നു. ആദ്യം അയാൾ മുന്നോട്ട് പോകുന്നു. എന്തുകൊണ്ടെന്നാൽ അയാൾ അങ്ങനെ ചെയ്യേണ്ടതുണ്ട്. പക്ഷേ പിന്നീട് താൻ യഥാർത്ഥത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ജീവിത രീതി അയാൾ കണ്ടെത്തുന്നു. കൂടാതെ വിതരണം ചെയ്യാത്തിടത്തോളം ഈ അമൂല്യമായ സമ്മാനം തനിക്ക് സംരക്ഷിക്കാനാവില്ലെന്ന് അയാൾ കണ്ടെത്തുന്നു. എയിൽ വരുന്ന എല്ലാ അംഗങ്ങളും അങ്ങനെ തന്നെയാണ്. തുടക്കത്തിൽ അയാള് മീറ്റിംഗ് ഒക്കെ കൂടും, മീറ്റിംഗിൽ എന്തെങ്കിലുമൊക്കെ സംസാരിക്കും, അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുമായിട്ടൊക്കെ ചെറിയൊരു ബന്ധങ്ങളൊക്കെ വന്നതിന് ശേഷം അങ്ങനെ പോയി കഴിയുമ്പോൾ ഇടയിൽ വെച്ച് അയാൾക്ക് ഒരു കാര്യം മനസ്സിലാവും, എനിക്ക് ഒരു മാറിയ മനോഭാവം എനിക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്, ഒരു മാറിയ ജീവിത രീതി എനിക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അങ്ങനെ അയാൾ 12 പടികൾ എന്താണ്, അത് അല്ലെങ്കിൽ അദ്ദേഹം ഒരു സ്പോൺസറെ കണ്ടെത്താൻ ശ്രമിക്കും. 12 പടികൾ എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും. അങ്ങനെ അദ്ദേഹം തന്റെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് ശ്രമിക്കും. അങ്ങനെ ഒരു ജീവിത രീതി കണ്ടെത്തുക മാത്രമല്ല, താൻ കണ്ടെത്തിയ ജീവിത രീതി മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കുന്നില്ല എങ്കിൽ എനിക്ക് കിട്ടിയ ഈ അമൂല്യമായ സമ്മാനം, സുബോധാവസ്ഥ അല്ലെങ്കിൽ സോബറേറ്റി എന്ന് പറയുന്ന ഒരു അവസ്ഥ എന്റെ കയ്യിൽ സംരക്ഷിക്കാനാവില്ലെന്ന് അയാൾ മനസ്സിലാക്കുന്നു. ആ സമ്മാനം സംരക്ഷിക്കുന്നതിലേക്കായി അയാൾ ഈ സന്ദേശം മറ്റുള്ളവർക്ക് കൊടുക്കുവാനായി ശ്രമിക്കുന്നു. അല്ലെങ്കിൽ താൻ അതിജീവിക്കില്ല എന്ന് അയാൾ മനസ്സിലാക്കുന്നു. അങ്ങനെ അയാൾ 12ാം പടി പ്രവർത്തനങ്ങൾ നടത്തുന്നു, ഒരു ഗ്രൂപ്പിനെ സഹായിക്കുന്നു. അങ്ങനെ ഒരു ഗ്രൂപ്പിൽ പോകുമ്പോൾ അയാൾക്ക് മനസ്സിലാകും, ഒരു ഗ്രൂപ്പില്ല എങ്കിൽ എനിക്ക് എന്റെ വ്യക്തിപരമായ മോചനം സാധ്യമാകില്ല. ഭൂരിഭാഗം വ്യക്തികൾക്ക് ഈ അങ്ങനെ ഒരു മോചനം ലഭിക്കുന്നില്ല ഗ്രൂപ്പിനോട് ചേർന്ന് നിന്നില്ലെങ്കിൽ. അങ്ങനെ തന്റെ വ്യക്തി എന്ന് പറയുന്ന അല്ലെങ്കിൽ വ്യക്തിഗതമായ ചില ത്യാഗങ്ങൾ ഈ കൂട്ടായ്മയുടെ സംരക്ഷണത്തിനായി, അല്ലെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറയുന്ന കൂട്ടായ്മയുടെ സുരക്ഷിതത്വത്തിനായി അയാൾ ബലി കഴിക്കുന്നു. അങ്ങനെ ബലി കഴിക്കുന്നത് അത് ഒട്ടും വലുതല്ല. കാരണം എന്റെ സുബോധാവസ്ഥ അല്ലെങ്കിൽ സൊബറേറ്റി കീപ്പപ്പ് ചെയ്യണമെങ്കിൽ ഞാൻ അത് ബലി കഴിക്കേണ്ടിയിരിക്കുന്നു എന്ന് അയാൾ മനസ്സിലാക്കുകയും, ഞാൻ എന്ന് പറയുന്ന ആള് ഒരു വലിയ പൂർണ്ണതയുടെ ചെറിയ ഭാഗം എന്നാണ് 12-12 ബിൽ ഡബ്ല്യു വിവരിച്ചിരിക്കുന്നത്. സ്മോൾ പാർട്ട് ഓഫ് എ ഗ്രേറ്റ് ഹോൾ എന്നാണ് നമ്മുടെ ഇംഗ്ലീഷ് 12-12 പറയുന്നത്. അതായത് വലിയ പൂർണ്ണതയുടെ ഒരു ചെറിയ ഭാഗം. ഞാനല്ല പൂർണ്ണത, ഞാൻ ഈ വലിയ പൂർണ്ണതയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. അങ്ങനെ മനസ്സിലാക്കിയ ഒരാൾ, ഇങ്ങനെ ഒരു തിരിച്ചറിവ് വന്ന ഒരംഗം തന്റെ ഉള്ളിലെ എല്ലാ ആഗ്രഹങ്ങളുടെയും ഉത്കർഷങ്ങളുടെയും, അതായത് എനിക്ക് ഗ്രൂപ്പിനെ ഇങ്ങനെ നയിക്കണം, ഗ്രൂപ്പിനെ അങ്ങനെ പറയണമെന്നുള്ള ഒരു മുറവിളി, അത് ഗ്രൂപ്പിനെ അപായപ്പെടുത്തുമെന്നറിഞ്ഞാൽ നിശബ്ദമാക്കപ്പെടും. അങ്ങനെ ഗ്രൂപ്പ് അതിജീവിക്കുവാൻ വേണ്ടിയിട്ടുള്ള വ്യക്തിഗതമായ ചില ബലി കഴിക്കലുകൾ അയാൾ ചെയ്യും. അങ്ങനെ
അതിജീവിച്ചില്ല എങ്കിൽ, അല്ലെങ്കിൽ ഗ്രൂപ്പ് അതിജീവിച്ചില്ല എങ്കിൽ ഞാൻ ജീവിക്കുകയില്ല, അല്ലെങ്കിൽ അതിജീവിക്കുകയില്ല, സുബോധാവസ്ഥയിൽ നിലനിൽക്കുകയില്ല എന്ന് മനസ്സിലാക്കി അങ്ങനെ അദ്ദേഹം ഗ്രൂപ്പിനായി അത് ബലി കഴിക്കാനായിട്ട് തയ്യാറാകുന്നു. അങ്ങനെ തുടക്കത്തില് തന്നെ ഒരംഗം ഈ ഗ്രൂപ്പുകളുമായിട്ട് എങ്ങനെ എനിക്ക് നന്നായി ജീവിച്ചു പോകാം, അല്ലെങ്കിൽ എങ്ങനെ അവരുമായിട്ട് ഒന്നിച്ചു പ്രവർത്തിക്കാൻ കഴിയും, അങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ സ്വയം ചോദിച്ചുകൊണ്ട് ചില കണ്ടെത്തലുകൾ കണ്ടെത്തും. അതിലൊന്നാണ്, ഈ ലോകത്തിലുള്ള എല്ലാ ആളുകളും അവര് പണത്തിന്, അധികാരത്തിന്, അഭിമാനത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള പല സമരങ്ങൾ നടത്തുന്നുണ്ട്. അതാണ് അവരുടെ മെയിൻ ലക്ഷ്യമായി മാറുന്നത്. എന്നാൽ സമാധാനത്തിനോ സ്വരച്ചേർച്ചയ്ക്കോ വേണ്ടുള്ള അന്വേഷണങ്ങളിൽ ഇത്തരം ആൾക്കാർ പോലും പലപ്പോഴും പ്രതിസന്ധിയിലാകും. നമ്മൾ കേട്ടിട്ടുണ്ട് ചില സംഘടനകൾ, മതപരമായിട്ടുള്ള ചില മതസംഘടനകൾ അല്ലെങ്കിൽ സാമൂഹിക സംഘടനകളെല്ലാം തുടക്കത്തിൽ അവര് പല നല്ല കാര്യങ്ങൾക്കായിട്ട് ഇറങ്ങുമെങ്കിലും നമ്മൾ പിന്നീട് കേൾക്കാം അവര് ഒന്നില്ലെങ്കിൽ അവര് തമ്മിൽ സ്വരച്ചേർച്ച ഉണ്ടാകില്ല, അതല്ലെങ്കിൽ അവര് ചില പണത്തിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അധികാരത്തിന് വേണ്ടിയിട്ടുള്ള ചില മത്സരങ്ങൾ പരസ്പരം നടക്കുന്നതും, പിന്നീട് അങ്ങനെയുള്ള മതങ്ങളിലെ ആളുകൾ പോലും ജയിലിൽ പോകുന്നതെല്ലാം നമ്മൾ നിത്യേന കേട്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ സംഘടനയിലെ ആളുകൾ പോലും ജയിലിൽ പോകുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഇത്തരം ആളുകളുടെ ഇടയിൽ നിന്ന് നമ്മൾ ഇതിന്റെ ഉള്ളിൽ വന്ന് നമ്മൾ ഇതിന്റെ ഈ ആൽക്കഹോളിസം അനോണിമസിന്റെ മോചനത്തിനുള്ള അല്ലെങ്കിൽ വ്യക്തിപരമായ മോചനത്തിനുള്ള ഓരോ കാര്യങ്ങളും വളരെ താല്പര്യത്തോടെ ചെയ്യുന്നതോടൊപ്പം ഏഴയുടെ തന്നെ അതിജീവനത്തിനുള്ള 12 പാരമ്പര്യങ്ങൾ എന്ന തത്വങ്ങൾ അല്ലെങ്കിൽ അതിന്റെ അതിജീവനത്തിനുള്ള തത്വങ്ങൾ നമ്മൾ അനുസരിക്കുവാൻ തുടങ്ങുന്നു. ഇനി ഞാൻ ഒരു സംഭവ കഥയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ആകർഷിക്കുകയാണ്. ആ സംഭവ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് ബിൽ ഡബ്ല്യു ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, നമ്മൾ വ്യക്തിഗത പ്രാധാന്യം, നേതൃത്വം, അധികാരം ഇവയ്ക്കെല്ലാം വേണ്ടിയിട്ട് നമ്മൾ ഓടി നടന്നിരുന്നവരാണ്. നമ്മൾ മദ്യപിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ അവയെല്ലാം നമ്മൾ ഇടിച്ചു തകർന്ന പാറക്കൂട്ടങ്ങളാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോ നമുക്ക് ഈ കഥ അല്ലെങ്കിൽ ഈ സംഭവ കഥ എഡി ബേക്കറുടെയും അദ്ദേഹത്തിന്റെ ധീരരായ 6 കൂട്ടാളികളുടെയും കഥയാണ്. പസഫിക് സമുദ്രത്തില് അവരുടെ വിമാനം ഇടിച്ച് തകർന്നതിന്റെ ഒരു കഥയാണ്. ഈ സംഭവം നടക്കുന്നത് 2ാം ലോക മഹായുദ്ധത്തോട് അനുബന്ധിച്ചാണ്. 1942 ഒക്ടോബർ മാസമാണ്. അദ്ദേഹം ഇംഗ്ലണ്ടിലേക്കുള്ള ഒരു ട്രിപ്പ് എഡി ബേക്കർ സക്സസ്ഫുൾ ആയിട്ട് അവസാനിച്ചു. അതായത് അതിനുശേഷം റൂസ്വെൽറ്റ്, അതായത് അമേരിക്കൻ പ്രസിഡന്റ് റൂസ്വെൽറ്റിന്റെ നിർദ്ദേശപ്രകാരം പസഫിക് സമുദ്രത്തിനടുത്തുള്ള കാന്റൺ ഐലൻഡിലേക്ക് ബോയിങ് 17 എന്ന് പറയുന്ന യുദ്ധവിമാനം, അത് B-17 ഒരു പ്ലെയിൻ രൂപത്തിലാക്കിയിരുന്നു. ധാരാളം പോസ്റ്റുകൾ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോസ്റ്റുകളും സാധന സാമഗ്രികളൊക്കെ വഹിച്ചിരുന്ന ആളുകളെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു വിമാനമാക്കിയിട്ട് മാറ്റിയിരുന്നു. അതില് ഈ ഐലൻഡിലേക്ക് പോകുവാനായിട്ട് ആവശ്യപ്പെട്ടു. ഈ യാത്രയില് പൈലറ്റിന് അദ്ദേഹത്തിന്റെ ഈ ഐലൻഡിലേക്കുള്ള ശ്രദ്ധ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ അവിടെ ലാൻഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ പ്ലെയിന് എവിടെയെങ്കിലും കൊണ്ട് ഇറക്കണം. കാരണം ഇത് ഫ്യൂവല് റണ്ണിങ് ഔട്ടായി. അതിനകത്തുണ്ടായിരുന്ന പെട്രോള് അല്ലെങ്കിൽ ഡീസല്, എന്താണോ പ്രത്യേകതരമുള്ള ഇന്ധനമാണ് വിമാനങ്ങൾക്ക് ഉപയോഗിക്കുക, അത് റണ്ണൌട്ടായി. അവര് മൊത്തത്തില് 8 പേരാണ് ഓൺ ബോർഡിൽ ഉണ്ടായിരുന്നത്. അതിനകത്ത് അവിടെ പസഫിക് സമുദ്രത്തിലെ ഇത് ക്രഷ് ചെയ്തപ്പോ അല്ലെങ്കിൽ ഇടിച്ചിറക്കിയപ്പോ ഒരാള് സീരിയസ്ലി ഇഞ്ചേർഡായി. അപ്പൊ ഇഞ്ചേർഡ് അല്ലാത്ത എല്ലാവരും ചേർന്ന് ഒരു ഫിഷിംഗ് കിറ്റ്, പിന്നെ ഒരു നമ്മളിങ്ങനെ കാറ്റുകൊണ്ട് എയറുകൊണ്ട് ഊതി വീർപ്പിക്കാവുന്ന 3 റാഫ്റ്റുകൾ എടുത്തുകൊണ്ട് വന്നു. പിന്നെ കുറച്ച് ഗണ്ണുണ്ടായിരുന്നു കയ്യില്. പിന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള അത്യാവശ്യം സർവൈവലിനുള്ള അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നതിനുള്ള റേഷൻസ് എല്ലാം പെട്ടെന്ന് തന്നെ ഈ മുങ്ങിപ്പോകുന്ന പ്ലെയിനിൽ നിന്ന് അവരെ എടുത്ത്
വഞ്ചി കെട്ടി. ആ വഞ്ചിയെ പറ്റി പറയുന്നത് അത് പെട്ടെന്ന് തന്നെ പ്ലെയിൻ ക്രഷ് ആകുമ്പോൾ തന്നെ ഇത് ഊതി തന്നെ വീർത്ത് പോകും എന്ന് തന്നെ വീർത്ത ഒരു വഞ്ചി പോലെയാകും. അപ്പൊ അവര് 7 പേരും അതിനകത്ത് കയറി. അവര് കയറിയ ഈ 3 ഈ നമുക്ക് കാറ്റുകൊണ്ട് നിറച്ച ചെറിയ കൊതുമ്പ് വെള്ളം അത് 3 ഒരു നിശ്ചിത അകലത്തില് പരസ്പരം കെട്ടിയിട്ടു. അവര് വെയിറ്റ് ചെയ്തു. ഏതെങ്കിലും പ്ലെയിനോ അടുത്തുകൂടെ ഏതെങ്കിലും കപ്പലോ ബോട്ടോ ഒക്കെ പോകുന്നൊക്കെ അവർ വെയിറ്റ് ചെയ്തു. ഏകദേശം 22 ദിവസങ്ങളിലാണ് അവര് അവിടെ സർവൈവ് ചെയ്തത്. ഈ സർവൈവലിന്റെ അല്ലെങ്കിൽ ഈ അതിജീവനത്തിന്റെ കഥയാണ് ആൽക്കഹോളിക്സ് അനോണിമസിലേക്ക് കടന്നു വരുന്ന ഒരംഗത്തിനോട് ആൽക്കഹോളിക്സ് അനോണിമസ് പറയുന്നത്. കഷ്ടപ്പാടിന്റെയും ദുരിതത്തിന്റെയും രോഗത്തിന്റെയും തകർച്ചയുടെയും കാലഘട്ടത്തിൽ നിന്ന് ഇതാ നീ ഞങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ഇവിടെ നീ ഐക്യം നിലനിർത്തണം, അല്ലെങ്കിൽ ഓരോരുത്തരും മരിക്കും. കാരണം ഈ 6 പേര് അല്ലെങ്കിൽ എഡി ഡീക്കമ്പർ അടക്കം 7 പേരുണ്ട്. ആ 7 പേര് ഈ ചെറിയ വള്ളത്തേൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി, ഒരു വള്ളത്തേല് മാക്സിമം 2 പേർക്ക് ഇരിക്കാവുള്ളൂ. അപ്പൊ ഒരാൾ എപ്പോഴും പുറത്ത് നിൽക്കണം. അപ്പൊ അയാൾ നീന്തും, കുറച്ചുനേരം നീന്തും, എന്നിട്ട് വീണ്ടും വള്ളത്തിൽ കയറിയിരിക്കും. അപ്പൊ മറ്റേ ആൾ നീന്തും, കുറച്ചുനേരം വള്ളത്തിൽ കയറിയിരിക്കും. പിന്നെ അവരുടെ സർവൈവലിന്റെ കഥ ഞാനൊന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നമ്മൾക്ക് ആൽക്കഹോളിക്സ് അനോണിമസിൽ ഉള്ളിൽ വരുമ്പോ ഇത് കേട്ടാലാണ് നമ്മൾ എന്തുമാത്രം ഐക്യത്തിന് നിലനിർത്തണമെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുള്ളൂ. ഒരു ഓറഞ്ച് 24 മണിക്കൂർ നേരത്തേക്ക് അവർ ഓരോ ഓറഞ്ച് കഴിച്ച് ജീവിച്ച് പരസ്പരം ഷെയർ ചെയ്തു. കുറച്ച് വെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ വെള്ളം പരസ്പരം അവർ ഷെയർ ചെയ്തു ഒരു ദിവസം. പിന്നീട് അവർക്ക് ഒരു മഴ പെയ്തപ്പോ അവർ ആ വള്ളത്തേല് കുറച്ച് വെള്ളം കിട്ടി. ആ വെള്ളം കുടിച്ച് ജീവിച്ചു. ഒരിക്കല് ഒരു ദിവസം ഈ അദ്ദേഹത്തിന്റെ തൊപ്പിയുടെ അടുത്തൊരു കടൽക്കാക്ക വന്നിരുന്നു. ആ കടൽക്കയുടെ തൂവലുകളെല്ലാം പറിച്ച് കളഞ്ഞിട്ട് അവർ ഇറച്ചി മാത്രം കഴിച്ചു. ബാക്കി അതിനകത്തുള്ള ഒരു വേസ്റ്റ് ഇട്ട് ചൂണ്ടയിട്ടിട്ട് നമ്മുടെ അയിലയൊക്കെ പോലെയുള്ള ഒരു മീനെ കിട്ടി. അത് പച്ചക്ക് തിന്നു. പിന്നീട് ദിവസങ്ങൾ കഴിയുന്തോറും അവര് തമ്മിൽ വാക്കുതർക്കം വരാൻ തുടങ്ങി. കാരണം അവരുടെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. പ്ലെയിനുകളൊന്നും കാണുന്നില്ല, അടുത്ത ഷിപ്പുകളൊന്നുമില്ല. അവർ പല കാര്യങ്ങള് ചെയ്യുന്നുണ്ട്. ചില ടൗലുകളെല്ലാം അവിടെ ഇവിടെയൊക്കെ അവരുടെ ഹാൻഡ് കർച്ചീപ്സുകളൊക്കെ കടലിൽ ഇങ്ങനെ നിരത്തിയിടുന്നൊക്കെയുണ്ട്. ആരെങ്കിലും അത് കണ്ടിട്ടെങ്കിലും വരട്ടെ എന്നൊക്കെ. അപ്പോ സെർച്ചിങ് തുടരുന്നുണ്ട്. 2 ആഴ്ച തുടർച്ചയായിട്ടുള്ള നേവി ആണെങ്കിലും എല്ലാം സെർച്ചിങ് തുടരുന്നു. പക്ഷെ ഇവരെ കാണുന്നില്ല. അവർ അപ്പോൾ മുതൽ തർക്കിക്കാൻ തുടങ്ങി. ഒരു വള്ളം കൊണ്ട് ഞാൻ നോർത്തിലേക്ക് പോവാണെന്ന് പറഞ്ഞു. മറ്റൊരാൾ പറഞ്ഞു ഞാൻ സൗത്തിലേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞു. പക്ഷേ എഡി ഡീക്കൻബർഗ് എന്ന് പറയുന്ന ആ വൈമാനികന്റെ ലീഡർഷിപ്പ് അവരെ ഒന്നിച്ചു നിർത്തി. അയാൾ പല തമാശകൾ പറഞ്ഞു. അവരെ ഒന്നിച്ചു നിർത്താനുള്ള ചില ധാർമ്മികമായിട്ടുള്ള ഐഡിയകൾ പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ നിൽക്കുമ്പോ ഇയാള് ഈ ചൂണ്ടയിട്ടത് അദ്ദേഹത്തിന്റെ തുഴ ഉപയോഗിച്ചു. ഈ തുഴയൊക്കെ ഒരു ഷാർക്ക് കടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. മാത്രമല്ല രാത്രിയും പകലും ഈ തുടർച്ചയായിട്ടുള്ള ഈ അന്തരീക്ഷത്തിലെ ചേഞ്ച്, അല്ലെങ്കിൽ മഴ രാത്രിയുണ്ട്, വെയിൽ പകലുണ്ട്, അത് മുഴുവൻ ഇവരുടെ തൊലി ഉരിഞ്ഞു കളയാനൊക്കെ തുടങ്ങി. അവർ പലരും ഡീഹൈഡ്രേഷനായി. ഒരു ഫ്ലൈറ്റ് ആകാശത്ത് എവിടെ പോകുന്നത് കണ്ടു. അവർ ഷർട്ട് ഊരി കാണിച്ചു. പക്ഷെ അപ്പോഴൊന്നും അവരെ ഒന്നും രക്ഷിക്കാനായിട്ട് അത് സാധിച്ചില്ല. ഇതിനിടയിൽ കൂടുതൽ സിവിയറായിട്ട് പരിക്കേറ്റ ആള് മരിച്ചു. അയാളെ ആ കടലിൽ തന്നെ അവര് എറിഞ്ഞു കളഞ്ഞു. മറ്റൊരാള് നിങ്ങൾക്ക് വേണ്ടി, ഈ സർവൈവലിന് വേണ്ടി ഞാൻ മരിക്കാമെന്ന് പറയുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് ഒരാൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും വള്ളത്തിൽ കയറിയിരിക്കാം, അതുകൊണ്ട് ഞാൻ മരിക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അയാൾ സ്വയം ആത്മഹത്യ ചെയ്യാൻ പോലും തയ്യാറായി എന്നുള്ളതാണ്. മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അയാൾ സ്വയം ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എഡി പറയുന്നുണ്ട്, വേണ്ട, നമ്മൾ ഇങ്ങനെ നിൽക്കണം, ഒന്നിച്ച് നിന്നു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴെങ്കിലും ആരെങ്കിലും നമ്മളെ രക്ഷിക്കും എന്ന് പറഞ്ഞു. കൂടാതെ ഇതിനകത്ത് പ്രധാനമായിട്ടുള്ളൊരു സംഗതി എന്ന് വെച്ചാല് അവരുടെ ഐഡിയകൾ, ആശയങ്ങൾ ഒരു മിസ്മാച്ചായി. കാരണം അവരുടെ ബ്രെയിന് വർക്കൗട്ട് ചെയ്യുന്നത് സ്റ്റോപ്പായി. കാരണം നിരന്തരമായിട്ടുള്ള ഈ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന ചൂടും തണുപ്പും ക്ലൈമറ്റ് ചേഞ്ചുകളും,
തൊലി പോകാൻ തുടങ്ങി എന്ന് പറയുന്ന, ഭക്ഷണം കിട്ടുന്നില്ല, വിശക്കുന്നുണ്ട് അവർക്ക്. അത്രമാത്രം ഒരു അവസ്ഥയിൽ നിന്നാണ് എഡി റീക്കൻബക്കർ അവരെ ഒരു സർവൈവൽ, അവരുടെ സർവൈവലിന് വേണ്ടി കുറെ കാര്യങ്ങൾ ചെയ്യുന്നത്. നേവി അന്വേഷണം നിർത്തി, 2 ആഴ്ച കൊണ്ട് അവർ അന്വേഷണം നിർത്തി. പക്ഷെ എഡി റീക്കൻബക്കറുടെ ഭാര്യ പറഞ്ഞു, നിങ്ങൾ അന്വേഷണം തുടരണം, കാരണം അദ്ദേഹം ഒരിക്കലും മരിക്കുകയില്ല, അദ്ദേഹം എങ്ങനെയെങ്കിലും ജീവിച്ചിരിക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. ഏതായാലും ആ ഫ്ലൈറ്റ് അവരന്വേഷണം തുടങ്ങുകയും അടുത്ത ഒരു കപ്പലിൽ ഇവരെ കണ്ടെത്തുകയും സർവൈവൽ ചെയ്യുന്ന കഥ നമ്മള് വിക്കിപീഡിയയിലെല്ലാം കിടക്കുന്നുണ്ട്. ആർക്കെങ്കിലും അത് ആവശ്യമുണ്ടെങ്കിൽ എഡി റീക്കൻ ബേക്കർ എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ലൈഫ് ആൻഡ് അക്കംപ്ലിഷ്മെന്റ് ഓഫ് ക്യാപ്റ്റൻ എഡി റീക്കൻബക്കർ എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിളൊക്കെ അതിൽ കിടക്കുന്നുണ്ട്. നമുക്കത് വായിച്ച് മനസ്സിലാക്കുന്നത് നല്ലതാണ്. നോക്കൂ, തന്റെ ജീവൻ പോകുന്ന നിമിഷത്തിൽ പോലും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മരിക്കാൻ തയ്യാറായ ഒരാൾ, വിശക്കുന്ന അവസ്ഥയിൽ ഒരു ഓറഞ്ച്, നമുക്കറിയാം ഒരു ഓറഞ്ചിൽ 5-8 കഷ്ണമുണ്ട്, ആ ഒരു ഓറഞ്ച് കൊണ്ട് 24 മണിക്കൂർ സർവൈവ് ചെയ്ത ആളുകൾ, വെള്ളം മാത്രം കുടിച്ച് ഒരു ദിവസം ജീവിച്ച ആളുകൾ, പച്ച ഇറച്ചി തിരിച്ചുകൊണ്ട് ജീവിച്ച ആളുകൾ, ഈ ഇത്തരം ആളുകളുടെ ആശയമാണ് BW നമുക്ക് വേണ്ടിയിട്ട് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു വാക്ക് പറയുന്നുണ്ട്: വെള്ളത്തിനോ റൊട്ടിക്കോ വേണ്ടി ആരും സ്വാർത്ഥരാകരുത്. നമ്മൾ നമ്മുടെ മറ്റുള്ളവരെ ഓരോരുത്തരെയും പരിഗണിക്കേണ്ടത് ആവശ്യമാണ്. അവരുടെ വിശ്വാസത്താൽ അവർ അവരുടെ യഥാർത്ഥ ശക്തി കണ്ടെത്തട്ടെ. തങ്ങളുടെ ദുർബലമായ വഞ്ചിയുടെ എല്ലാ കുറവുകളെയും, അനിശ്ചിതത്വത്തിന്റെയും വേദനയുടെയും ഭയത്തിന്റെയും നിരാശയുടെയും പിന്നെ ഒരാളുടെ മരണത്തിന്റെ പോലും എല്ലാ പരീക്ഷണങ്ങളെയും അതിജീവിക്കത്തക്ക അളവിൽ അവരത് കണ്ടെത്തി. ഈ റീക്കൻബക്കറുടെയും ആളുകളെയും പറ്റി പറയുന്നത്, അവരുടെ ദുർബലമായ വഞ്ചി, എല്ലാ കുറവുകളുള്ള വഞ്ചിയാണ്, അനിശ്ചിതത്വത്തിലുള്ള വഞ്ചിയാണ്. അവർക്കെന്ന് അവിടുന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്നറിയില്ല. വേദനയുണ്ട്, കാരണം ഈ പറയുന്ന ഫ്ലൈറ്റ് ഇടിച്ചിറങ്ങുമ്പോഴുണ്ടാകുന്ന ശരീരത്തിൽ ഒരുപാട് മുറിവുകൾ പറ്റിയിട്ടുണ്ട്. അതിന്റെ വേദനയുണ്ട്, ഭയമുണ്ട്, നിരാശയുണ്ട്, പിന്നെ ഒരാള് മരിച്ചും പോയി. ഈ സംഗതിയുടെ എല്ലാം ഇടയിൽ നിന്നുകൊണ്ട് അവർ അതിജീവിച്ചിരിക്കുന്നു. നാമും ഏയോടൊപ്പം ഈ കഥ മനസ്സിലാക്കി, അല്ലെങ്കിൽ ഈ സംഭവം മനസ്സിലാക്കി ഒന്നിച്ചു നിൽക്കണമെന്നാണ് ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗങ്ങളായ നമ്മളോട് 1ാം പാരമ്പര്യത്തിലൂടെ നമ്മൾ കണ്ടെത്തുന്നത്. നമ്മളിപ്പോ 2 ഭാഗങ്ങൾ കണ്ടെത്തി. ആരാണ് എയിലെ അംഗം, എന്തിനാണ് ആ അംഗം എയിൽ വരുമ്പോൾ ഐക്യത്തിൽ നിലനിൽക്കേണ്ടത്, എല്ലാ അവസ്ഥകളും പരീക്ഷിച്ചതിന് ശേഷം, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും കൂടി നിർത്താം, ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയിട്ട് കൂടി നിർത്താം, മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ സ്വീകരിച്ച് കൂടി നിർത്താം, അങ്ങനെ എല്ലാ അവസ്ഥകളും എല്ലാം പരീക്ഷിച്ചതിന് ശേഷം എയിൽ എത്തിച്ചേരുകയാണ് ഒരാള് എന്ന് നമുക്ക് ആ കഥയിലൂടെ മനസ്സിലായി. കാരണം അവർ ആ ഫ്ലൈറ്റ് ഇറക്കാനായിട്ട് ചതുപ്പ് നിലത്തിൽ ഇറക്കാൻ നോക്കുന്നുണ്ട്, അവരുടെ റേഡിയോ ബന്ധം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്, അവരുടെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഒരു ആൽക്കഹോളിക്കും എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടുകൊണ്ട് എയിലേക്ക് വരികയാണ്. ആരാണ് ആൽക്കഹോളിക്സ് അനോണിമസിലെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നത്? ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗങ്ങൾ തന്നെയാണ്. ആരാണ് എന്റെ ഗ്രൂപ്പിലെ സെക്രട്ടറി? അദ്ദേഹം എ അംഗമാണ്. ആരാണ് എന്റെ ഗ്രൂപ്പിലെ ഹജാൻജി? അയാൾ എ അംഗമാണ്. ആരാണ് എന്റെ ചെയർമാൻ? അയാൾ എ അംഗമാണ്. ആരാണ് എന്റെ ഗ്രൂപ്പ് ചെയർമാൻ? അയാൾ എ അംഗമാണ്. ആരാണ് എന്റെ ട്രസ്റ്റി? അയാൾ എ അംഗമാണ്. അങ്ങനെ എല്ലാ നേതൃത്വ സ്ഥലങ്ങളിലും പ്രവർത്തിക്കുന്നത് എ അംഗങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് നമുക്കൊരു നേതൃത്വമുണ്ട്. ആ നേതൃത്വം പലപ്പോഴും നമ്മൾ ഈ വ്യക്തികളെക്കാൾ മുൻസ്ഥാനം തത്വങ്ങൾക്കാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വ്യക്തികൾക്ക് പ്രാധാന്യമില്ല എന്നൊക്കെ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഇപ്പൊ നമ്മൾ ഇതെല്ലാം മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എക്ക് ഒരു യഥാർത്ഥ നേതൃത്വമുണ്ടോ? ഉണ്ട്, യഥാർത്ഥ നേതൃത്വമുണ്ട്. അത് എയിലെ അംഗങ്ങൾ തന്നെ നയിക്കുന്ന പല സർവീസ് സംഘടനകളാണ്. നമുക്കറിയാതെ സർവീസ് മേഖലകളാണ്, മേഖലകളാണ്. അതിനകത്ത് ഇന്റർഗ്രൂപ്പ് ഉണ്ട്, ഗ്രൂപ്പുകളുണ്ട്, ഡിസ്ട്രിക്ട് കമ്മിറ്റികളുണ്ട്, ഏരിയ കമ്മിറ്റികളുണ്ട്, GSO കോൺഫറൻസ് ഉണ്ട്, ഡെലിഗേറ്റുകളുണ്ട്. അങ്ങനെ പബ്ലിക് ഇൻഫോർമേഷൻ നടത്തുന്നവരുണ്ട്, PI കമ്മിറ്റികൾ, പബ്ലിക് ഇൻഫോർമേഷൻ കമ്മിറ്റികളുണ്ട്. ധാരാളം നേതൃത്വത്താൽ അനുഗ്രഹിക്കപ്പെട്ടതാണ് നമ്മുടെ ആൽക്കഹോളിക്സ് അനോണിമസിലെ സേവന മേഖലകൾ. ഇവിടെ ആരാണ് യഥാർത്ഥത്തില് നേതൃത്വം?
അല്ലെങ്കിൽ എഐയില് നേതൃത്വം ഒരു സുപ്രധാന ആവശ്യമെന്ന് പറയുന്ന 1959 ഗ്രേപ്പ്വൈനിൽ പ്രസിദ്ധീകരിച്ച ഏപ്രിൽ മാസം ഗ്രേപ്പ്വൈനിൽ പ്രസിദ്ധീകരിച്ച ബിൽ ഡബ്ല്യുവിന്റെ ഒരു ലേഖനത്തില് ആരാണ് എഐയിലെ നേതൃത്വം, അല്ലെങ്കിൽ അതിന്റെ ആവശ്യം എന്താണ്, അല്ലെങ്കിൽ ശരിയായ ലീഡർ എന്താണെന്ന് വരച്ചു കാണിക്കുന്നുണ്ട്. നമുക്ക് ഒരു നിമിഷം 3-ാം ഭാഗമായിട്ട് അതിലൂടെ ഒന്ന് കടന്നു പോകാം. ഇതിനൊപ്പം നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. നിനക്ക് സൗജന്യമായി ലഭിച്ചത് നീ സൗജന്യമായി കൊടുക്കുന്നു. നമുക്ക് കിട്ടിയത് സൗജന്യമായിട്ടാണ്, അതുകൊണ്ട് സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ എയിൽ ഒരു നേതൃത്വവും പെയ്ഡ് സ്റ്റാഫുകളല്ല, അവരെല്ലാം സേവനത്തിനാണ്. അവർക്ക് കിട്ടിയിരിക്കുന്ന ഗിഫ്റ്റ് എന്താണ്? അവരുടെ സുബോധാവസ്ഥ എന്ന് പറയുന്ന അവരുടെ പ്രതിഫലം അവരവരുടെ സുബോധാവസ്ഥയാണ്. ഒരു സ്പീക്കർ ആയാലും, ഇനിയിപ്പോ അവനൊരു ഗ്രൂപ്പിന്റെ ചെയർമാൻ ആയാലും, ഇനി അവന് ഏതെങ്കിലും കോളുകളിലൂടെയോ മറ്റുള്ളവരെ ബന്ധപ്പെടുന്ന ആളുകളെ എല്ലാം അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ്, മറ്റൊരാൾക്ക് വേണ്ടിയിട്ടല്ല. ഒരാൾ മറ്റൊരാളോട് മറ്റൊരംഗത്തിനോട് സംസാരിക്കുന്നത് അവരവരുടെ സുബോധത്തിന് വേണ്ടിയിട്ടാണ്. അതുകൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് നമുക്ക് ആ ലേഖനത്തിലേക്ക് ഒന്ന് പോകാം. വ്യക്തികളെക്കാൾ തത്വങ്ങൾക്ക് മുൻസ്ഥാനം എന്ന നമ്മുടെ പാരമ്പര്യം തെറ്റിദ്ധരിച്ചിട്ട് പലപ്പോഴും നമുക്കൊരു നേതൃത്വം വേണ്ട, അല്ലെങ്കിൽ വ്യക്തികൾ വേണ്ട എന്ന ഒരു അബദ്ധ ധാരണയിൽ നമ്മുടെ ആളുകൾ എത്തിച്ചേരും. അങ്ങനെ എത്തിച്ചേരുകയാണെങ്കിൽ ഈ പറയുന്ന നേതൃത്വം, അല്ലെങ്കിൽ അങ്ങനെ നേതൃത്വം വഹിക്കുന്നവര് എല്ലാവരെയും പ്രീതിപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ചിന്തിക്കാത്ത ഒരു യന്ത്രപാവയായി തീരുമെന്ന് ആ ലേഖനത്തിൽ ബിൽ ഡബ്ല്യു പറയുന്നുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം ആൽക്കഹോളിക്സ് അനോണിമസിൽ നേതൃത്വം വഹിക്കുന്നവര് അവര് ഭയങ്കര ധർമ്മിഷ്ഠരായിരിക്കണം, എല്ലാവരെയും പ്രചോദിപ്പിക്കുന്നവരായിരിക്കണം, ശരിയായിട്ട് വിലയിരുത്താൻ കഴിയുന്നവരായിരിക്കണം, അവർ നന്നായിട്ട് പ്രവർത്തിക്കുന്നവരായിരിക്കണം. നമ്മളെപ്പോലുള്ള ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗങ്ങൾക്ക് ഉത്തമ ഉദാഹരണങ്ങളായിരിക്കണം എന്ന് നമ്മൾ ചിന്തിക്കുന്നു. അല്ലെങ്കിൽ അവർക്ക് ഒരിക്കലും തെറ്റ് പറ്റരുത്. അങ്ങനെയുള്ളവരെ ആണ് നമുക്ക് നേതൃത്വത്തിൽ വേണ്ടതെന്ന് നമ്മൾ ഒരു പക്ഷേ നിർബന്ധം പിടിച്ചേക്കാമെന്ന് ആ ലേഖനത്തിൽ പറയുന്നു. ശരിയായ നേതൃത്വത്തില് നമ്മൾ ആഗ്രഹിക്കുന്ന മേന്മകൾ ഈ ഇത്തരം കാര്യങ്ങളല്ല. ശരിയായ നേതൃത്വം എന്ന് പറയുന്നത് ഇതിന്റെ എല്ലാം നടുവിലാണ് പ്രവർത്തിക്കേണ്ടതെന്നാണ് ആ ലേഖനത്തിൽ പറയുന്നത്. എയില് ഒരു നേതൃത്വവും വ്യക്തിയല്ലാതില്ല, എല്ലാവരും വ്യക്തികൾ തന്നെയാണ്. അവരെല്ലാ വ്യക്തികളും, നേതൃത്വത്തിലുള്ള എല്ലാ വ്യക്തികളും തികഞ്ഞവരുമല്ല. ഭാഗ്യമായിട്ട് നമ്മുടെ ഒരു ഭാഗ്യം കൊണ്ട് ഈ പറയുന്ന ആൽക്കഹോളിക്സ് അനോണിമസിലെ ഇപ്പോഴത്തെ സജീവ പ്രവർത്തകര്, അല്ലെങ്കിൽ ഇപ്പോൾ വരുന്ന പുതിയ ആളുകള് നല്ലൊരു നേതൃത്വമാകാനായിട്ടുള്ള സാധ്യമായിട്ടുള്ള നല്ല കൂട്ടമായിട്ട് വന്നു ചേരുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ പുതുതലമുറക്കാരെല്ലാം നമ്മുടെ കൂട്ടായ്മയിൽ വലിയൊരു നേതൃത്വത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. അതിനാൽ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. നമ്മൾ ആരെയാണ് നമ്മുടെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുന്നത്? ഏൽപ്പിച്ച നമ്മുടെ സേവനങ്ങള് നന്നായി കൈകാര്യം ചെയ്യാൻ കഴിവുള്ള, നല്ല അർപ്പണ മനോഭാവമുള്ള, സ്ഥിരതയുള്ള, അല്ലെങ്കിൽ സുബോധത്തിൽ സ്ഥിരതയുള്ള, ദീർഘവീക്ഷണമുള്ള, അല്ലെങ്കിൽ പ്രത്യേക കഴിവുള്ളവരുമായിട്ടുള്ള ധാരാളം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അവരെല്ലാം നേതൃത്വത്തിലേക്ക് കൊണ്ടുവരണം. നമ്മുടെ സേവന ഘടകങ്ങൾക്കായി അവരെല്ലാം ഉത്തരവാദിത്വം ഏൽപ്പിച്ചു കൊടുക്കണം. നമ്മൾ ആദ്യമേ കണ്ടു, നമ്മുടെ നേതാക്കന്മാര് നമ്മളെ നയിക്കുന്നത് ചില ഉത്തരവുകളുകൊണ്ടോ കൽപ്പനകളുകൊണ്ടോ എന്നല്ല, പക്ഷെ അവരവരുടെ ജീവിതം കൊണ്ട്, ഉദാഹരണങ്ങൾ കൊണ്ടാണ് ഇവിടെ നമ്മുടെ നേതാക്കന്മാര് നമ്മളെ നയിക്കുന്നത്. നമ്മൾ അവരോട് പറയുന്നത്, ഞങ്ങളെ ഭരിക്കുകയൊന്നും വേണ്ട, നിങ്ങൾ ഞങ്ങളെ വേണ്ടിയിട്ട് പ്രവർത്തിച്ചാൽ മതി എന്നാണ്. അപ്പോൾ എയിലെ ഒരു നേതാവ് വ്യക്തിപരമായിട്ട് ഈ തത്വങ്ങളുടെ, അല്ലെങ്കിൽ പദ്ധതികളുടെ, അല്ലെങ്കിൽ നയങ്ങളുടെ എല്ലാം നന്നായി ഫലപ്രദമായിട്ട് സമർപ്പിച്ചുകൊണ്ട് നല്ല നടപടികളാക്കി മാറ്റാൻ കഴിവുള്ളവനാണ് നമ്മൾ നേതാക്കന്മാരായിട്ട് കാണുന്നത്. നമ്മളില് ബാക്കിയുള്ള, അല്ലെങ്കിൽ നമ്മുടെ നേതൃത്വത്തിലില്ലാത്ത ബാക്കിയുള്ളവരെല്ലാവരും അദ്ദേഹത്തിന്റെ ജോലിയിൽ സഹായിക്കാനും അദ്ദേഹത്തെ പിന്താങ്ങാനും താല്പര്യമുള്ളവരായി തീരണം. ഒരു നേതാവ് നമ്മുടെ മേല് ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ നാം അതിനെ എതിർക്കണം, അല്ലെങ്കിൽ നമ്മൾ എതിർക്കുന്നു. പക്ഷേ അയാൾ വളരെ വിനീതനായി തന്റെ വിവേചന ശക്തി ഒക്കെ ഉപയോഗിച്ച് പെരുമാറുമ്പോൾ നമ്മൾ അയാളെ സപ്പോർട്ട് ചെയ്യുന്നു. അയാൾ എന്നാൽ ആജ്ഞാനുവർത്തിയായിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ബില്ല് പറയുന്നത് അയാൾ ഒരു നേതാവല്ല എന്നാണ്. ഇനി നല്ലൊരു നേതാവ് കൂട്ടായ്മയുടെ ഉന്നമനത്തിന്, അല്ലെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഉന്നമനത്തിനും സേവനത്തിനും ആവശ്യമായ പല പദ്ധതികളും ആശയങ്ങൾക്ക് തുടക്കമിടും. ആ ആശയങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് ഒരു പദ്ധതി അല്ലെങ്കിൽ ഒരു ആശയം ആരിൽ നിന്ന് വന്നാലും നല്ല നേതൃത്വം അത് സ്വീകരിക്കും. എന്നിട്ട് ഈ പഴയ ആശയത്തെ
കളയും, അല്ലെങ്കിൽ ആ പദ്ധതി ഉപേക്ഷിക്കും. കാരണം അതിന് മെച്ചമായ ഒരാൾ അത് കണ്ടെത്തി കഴിഞ്ഞു. അത് ചിലപ്പോൾ ഒരു പുതിയ ആളായിരിക്കും നമ്മളോട് പറയുന്നത്. അതിന്റെ അങ്ങനെ ആ ആശയമോ പദ്ധതിയോ തരുന്ന ആളുടെ ഒരു അംഗീകാരമൊക്കെ നമ്മൾ കൊടുക്കും. നമ്മള് പ്രത്യേകിച്ച് പതക്കങ്ങളൊന്നുമല്ല കൊടുക്കുന്നത്. അങ്ങനെ ആശയം വന്നതിന് നമ്മൾ നന്ദിയൊക്കെ നമ്മുടെ നേതൃത്വം പറയും. നല്ല നേതൃത്വം ഒരിക്കലും മറ്റുള്ളവരാണ് കാരണമെന്ന് പറഞ്ഞ് പഴിയാരുകയില്ല. നമുക്ക് ആവശ്യമുള്ള പിന്തുണയൊക്കെ കിട്ടുമെന്ന് ഉറപ്പായാൽ അവർ സ്വതന്ത്രമായിട്ട് തീരുമാനങ്ങൾ എടുക്കുകയും അവയെ നമ്മുടെ നിർവചിക്കപ്പെട്ട അധികാര പരിധി ഇത് ഉത്തരവാദിത്വത്തിലും പ്രക്തമാണെന്ന് ഉറപ്പാക്കിയ ശേഷം പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നു. അതായത് നമ്മളുടെ ഒരു അധികാര പരിധി, ഒരു ഏരിയ കമ്മിറ്റി ചെയർമാൻ ഒരു അധികാര പരിധിയുണ്ട്, ഒരു ഇന്റർഗ്രൂപ്പ് ചെയർമാൻ ഒരു അധികാര പരിധിയുണ്ട്, ഒരു ഗ്രൂപ്പ് സെക്രട്ടറിക്ക് അവരുടേതായ ഒരു അധികാര പരിധിയുണ്ട്, ഡെലിഗേറ്റിന് ഒരു അധികാര പരിധിയുണ്ട്. നമുക്കറിയാം 2-3 ജില്ലകളൊക്കെ ചേർന്നാണ് ഒരു ഡെലിഗേറ്റിന്, അവിടെയാണ് അദ്ദേഹം നേതൃത്വം കൊടുക്കുന്നത്. അപ്പൊ ഇതിന്റെ പരിധികളൊക്കെ അവരൊരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോൾ എത്രമാത്രം ഉണ്ടെന്ന് അവർക്ക് അറിയായിരിക്കും. അല്ലെങ്കിൽ അവര് മറ്റുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ആ പരിധിയിലും ഉത്തരവാദിത്വത്തിലും പെട്ടതാണെന്ന് ഉറപ്പാക്കിയ ശേഷം പ്രവർത്തികമാക്കുകയും ചെയ്യുന്നു. ഒരു രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവ്, അയാൾ എപ്പോഴും ജനങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നേടിക്കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവനാണ്. പക്ഷെ ഒരു ഭരണകർത്താവല്ല, അങ്ങനെയല്ല. എന്ത് ചെയ്യണം, ഏത് ചെയ്യണം, എപ്പോൾ ചെയ്യണം എന്നൊക്കെ ഒരു ശ്രദ്ധാപൂർവമായ ഒരു തിരിച്ചറിവൊക്കെ കിട്ടുന്ന ഒരു വ്യക്തിയാണ്. ഇനി ഒരു അസ്വസ്ഥരായ ഒരു പറ്റം ആളുകള്, അല്ലെങ്കിൽ ശരിയായ കാര്യങ്ങൾ മനസ്സിലാകാത്ത ആളുകള് അവരൊരു വലിയ ഭൂരിപക്ഷം തന്നെയായിരിക്കാം. അവർക്കും തെറ്റുപറ്റാം. യാദൃശ്ചികമായിട്ട് ഇങ്ങനെ ഒരു വലിയ ഭൂരിപക്ഷത്തിന് അങ്ങനെ ഒരു തെറ്റുപറ്റുമ്പോൾ അതിന്റെ കൂടെ നിൽക്കുന്നവനല്ല നേതാവ്. നിർണായകമായ അത്തരം ഒരു വിപത്ത് നമ്മുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ അതിനെ തടയിടാനായിട്ട് ഒരു ന്യൂനപക്ഷത്തിന്റെ അഭിപ്രായത്തിനോ അല്ലെങ്കിൽ അവരുടെ സപ്പോർട്ടുകളോ സ്വീകരിച്ചുകൊണ്ട് തന്റെ അധികാരവും പ്രേരണയും ഉപയോഗപ്പെടുത്തി ആ വലിയ ഭൂരിപക്ഷത്തിന്റെ വലിയ വിപത്തിന്റെ കൊടുങ്കാറ്റിനെ തടുക്കുന്നത് നല്ലൊരു നേതാവാണെന്ന് ബിൽ ഡബ്ല്യു ആ ലേഖനത്തിൽ പറയുന്നുണ്ട്. ചില ആളുകളുണ്ട്, അവരെ പറ്റി പറയുന്നത് എതിർക്കാൻ വേണ്ടി എതിർക്കുന്നവർ, വെറുതെ എതിർക്കാൻ വേണ്ടിയിട്ട് എതിർക്കുന്നവർ എന്നാണ് അവരെ പറ്റി പറയുന്നത്. അത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ നേതൃത്വത്തിന് നേരിടേണ്ട ഏറ്റവും വലിയ പ്രതിസന്ധിയാണ്. അതായത് ആൽക്കഹോളിക്സ് അനോണിമസിലെ ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതി, അല്ലെങ്കിൽ അത് ചെയ്യണ്ട, അങ്ങനത്തെ ഒരു ധാരണയുള്ളവര്, അല്ലെങ്കിൽ ചെയ്യുന്ന അംഗത്തിനോടുള്ള ദേഷ്യം അല്ലെങ്കിൽ എന്തെങ്കിലും നീരസം വെച്ചുകൊണ്ട് അയാൾ ചെയ്യുന്നത് കൊണ്ട് ഞാൻ എതിർക്കുന്നു. അപ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസിലെ ഗ്രൂപ്പിലെ അംഗങ്ങള് പുറകോട്ട് പോവുകയോ കുടിക്കാൻ പോവുകയോ ആ ഗ്രൂപ്പ് തകരുകയോ അതൊന്നും പ്രശ്നമല്ല. എനിക്ക് അയാളോട് ദേഷ്യമുണ്ട്, അയാളുടെ ആ പദ്ധതി എനിക്കിഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ട് ഞാൻ എതിർക്കുന്നു. അതിനെയാണ് എതിർക്കാൻ വേണ്ടിയിട്ട് എതിർക്കുന്നവർ എന്ന വാക്യത്തിൽ ബിൽ ഡബ്ല്യു വിവരിക്കുന്നത്. നമുക്ക് ഇത്തരം എതിർപ്പുകൾ കാണുമ്പോൾ തന്നെ അറിയാം ഇതൊരു ഉൾക്കാഴ്ചയില്ലാത്ത തന്റെ തന്നെ ഒരു അഹങ്കാരത്തിൽ നിന്നോ അഹംഭാവത്തിൽ നിന്നോ കടന്നു വരുന്നതാണ്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ അത് തടയിടാൻ ആഗ്രഹിക്കുന്നു, എനിക്കത് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ എതിർക്കുന്നു. ഒരു വ്യക്തമായ കാരണങ്ങളൊന്നും അവർക്ക് ഉണ്ടാവില്ല, പക്ഷെ അവര് വെറുതെ എതിർക്കും. അപ്പോൾ എനിക്കിഷ്ടമല്ലാത്തൊരു കാര്യം ചെയ്യുമ്പോൾ എനിക്കിഷ്ടമല്ലാത്തത് കൊണ്ട് മാത്രം ആ വ്യക്തിയായിട്ടോ അല്ലെങ്കിൽ ആ പദ്ധതിയായിട്ടോ ഇഷ്ടമല്ലാത്തത് കൊണ്ട് മാത്രം എതിർക്കുന്നത് ശരിയല്ല. അത് ശരിയായ ഒരു മനസ്സിൽ നിന്നോ ഹൃദയത്തിൽ നിന്നോ വരുന്നതല്ല എന്ന് ബിൽ ഡബ്ല്യു പറയുന്നുണ്ട്. ഒരു നല്ല നേതാവ് എപ്പോഴും മനസ്സിലാക്കേണ്ടത് ശാന്തരായിട്ടുള്ള അല്ലെങ്കിൽ വളരെ എളിമയായിട്ടുള്ളവര് പലപ്പോഴും പല കാര്യങ്ങൾ പറയുമ്പോൾ തെറ്റുമ്പോൾ ഗർഭിഷ്ഠരായിട്ടുള്ള ഭയങ്കര ദേഷ്യ മനോഭാവമുള്ള അവര് പറയുന്നത് ചിലപ്പോൾ ശരിയായിട്ട് മാറാം. അതൊരു നല്ല നേതാവ് ചിന്തിച്ചിരിക്കണം. നല്ല നേതാവിന്റെ ഒരു മനോഭാവം എന്ന് പറയുന്നത് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുക എന്നുള്ളതാണ്. നമുക്കറിയാം നമ്മുടെ ജീവിതത്തിലെ പുരോഗതികളെല്ലാം നമ്മൾ ഓരോ ദിവസങ്ങളോടും ചെയ്യുന്ന ഓരോ നിമിഷവും ചെയ്യുന്ന ചില വിട്ടുവീഴ്ചകളിൽ നിന്നാണ് ശരിയായ ദിശയിൽ പുരോഗതി നമുക്ക് കടന്നു വരുന്നത്. ഒന്നെങ്കിൽ ഞാൻ വലിയവൻ, അല്ലെങ്കിൽ ഞാൻ ഒന്നുമില്ലാത്ത ചെറിയവൻ, അല്ലെങ്കിൽ ഒന്നുമില്ലാത്തവൻ എന്ന് ചിന്തിക്കുന്ന ഒരു മധ്യാസക്തന് വിട്ടുവീഴ്ച എന്ന് പറയുന്നത്, അങ്ങനെ തയ്യാറാക്കാവുന്ന അല്ലെങ്കിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുന്ന മനസ്സ് എന്നുള്ളത് ഒരിക്കലും സ്വീകരിക്കാൻ കഴിയില്ലാത്ത മനോഭാവമാണ്. പക്ഷെ നല്ലൊരു നേതാവ് എന്ന് പറയുമ്പോൾ ഈ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണം.
അതുകൊണ്ട് തന്നെയാണ് പുരോഗതി എന്ന് പറയുന്നത് വിട്ടുവീഴ്ചകളുടെ ഒരു കൂമ്പാരമാണ് എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മൾ വിശ്വസിക്കുന്നതും. എന്നിരുന്നാലും നമുക്ക് എപ്പോഴും വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ല. തീരുമാനമാകുന്നത് വരെ ചിലപ്പോൾ നമുക്ക് പൂർണ്ണ ബോധ്യമുള്ള ചില കാര്യങ്ങളിൽ നാം അചഞ്ചലമായിട്ട് നിൽക്കേണ്ടി വന്നേക്കാം. ചില വിട്ടുവീഴ്ചകൾക്ക് നമുക്ക് ഇനിയിപ്പോൾ ആ കാര്യം ബോധ്യപ്പെടണം, എങ്കിലേ നമ്മൾ ആ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവും. അത് ശരിയാകാം. ഏത് വഴി തിരഞ്ഞെടുക്കണമെന്ന കൃത്യമായ സമയവും ശ്രദ്ധാപൂർവമുള്ള വിവേചന ശക്തിയും ആവശ്യമാക്കുന്ന സാഹചര്യമാണത്. ആ സാഹചര്യത്തിൽ, വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ എന്താണ് ഞാൻ ചെയ്യേണ്ടത്, അതിന് കൃത്യമായിട്ടൊരു വിവേചന ശക്തി, അല്ലെങ്കിൽ എപ്പോഴാണ് ഞാനത് തിരുത്തേണ്ടതെന്നുള്ള ഒരു സമയക്രമമൊക്കെ ഒരു നല്ല നേതാവ് സ്വീകരിച്ചിരിക്കണം. എന്നാൽ മറ്റൊരവസ്ഥ നേതൃത്വത്തിൽ നേരിടേണ്ടി വന്നത് വിമർശനങ്ങളെയാണ്. കനത്ത വിമർശനങ്ങൾ അല്ലെങ്കിൽ ക്രിയാത്മകമായ വിമർശനങ്ങളെല്ലാം നമ്മൾ നേരിടേണ്ടി വന്നേക്കാം. അത് നമ്മുടെ സുഹൃത്തുക്കളെ അല്ലെങ്കിൽ ആൽക്കോളിക്സ് അനോണിമസിലെ സുഹൃത്തുക്കളിൽ നിന്ന് തന്നെയാകാം. ആ വിമർശനങ്ങൾക്ക് നാം ശ്രദ്ധ കൊടുക്കണം. അവിടെ എന്തെങ്കിലും നമ്മൾ പരിഷ്കരിക്കേണ്ടതോ മാറ്റിവെക്കേണ്ടതോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിന് തയ്യാറാകണം. നമുക്ക് പലപ്പോഴും ആ വിമർശനങ്ങളോട് യോജിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ വിയോജിക്കേണ്ടി വരുമെങ്കിലും നമ്മുടെ സുഹൃത്ത് ബന്ധം നഷ്ടപ്പെടുത്താതെ നമുക്കത് നമ്മുടെ തീരുമാനങ്ങളിൽ ഉറച്ച് നിന്നുകൊണ്ട് തന്നെ നമുക്ക് പ്രവർത്തിക്കേണ്ടതായിട്ട് വരും. ചില ആളുകളുണ്ട്, അവരെ നമ്മൾ വിളിക്കുന്നത് വിനാശകാരികൾ എന്നാണ്. കാരണം അവർ ഭയങ്കര വിമർശകരാണ്. അവര് മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നവരാണ്, രാഷ്ട്രീയം കളിക്കുന്നവരാണ്, മറ്റുള്ളവരുടെ മേൽ കുറ്റാരോപണം നടത്തുന്നവരാണ്. അവർ ചില സമയങ്ങളെല്ലാം വളരെ അക്രമാസക്തരാവും, വിദ്വേഷമുള്ളവരാവും. അവരുടെ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയിട്ട് ചില കിംവദന്തികള്, അപവാദങ്ങള്, പരദൂഷണങ്ങള് അവരുപയോഗിക്കും. അവരെപ്പോഴും പറയുന്നത് ഇതെല്ലാം ഞാൻ പറയുന്നത് ഏകയുടെ നന്മയ്ക്ക് വേണ്ടി എന്നാണ്. നമ്മൾ അങ്ങനെയുള്ളവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കഴിയുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും, അവരത്രമാത്രം വിനാശകാരികളൊന്നുമല്ല. നമ്മളെക്കാൾ കുറച്ച് രോഗം കൂടിയവരാണ്, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് നമ്മളെക്കാൾ കൂടുതൽ രോഗബാധിതരാണെന്നുള്ള ഒരു മനസ്സിലാക്കൽ നമുക്ക് മനസ്സിലാവും. നമ്മൾ ഇനി എന്തെങ്കിലും പരിപാടികൾ ആരംഭിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പദ്ധതികൾ ആരംഭിക്കുന്നതിന് മുമ്പ് ഇത്തരം ആളുകൾ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കാൻ ബാധ്യസ്ഥനാണ്. ചിലപ്പോൾ അവർ പറയുന്നത് പൂർണ്ണമായിട്ട് ശരിയായിട്ടുള്ള കാരണങ്ങളാകാം, ചിലപ്പോൾ അപൂർണമാകും. മിക്കപ്പോഴും അവർ വെറുതെ അവരുടെ തന്നെ വിഡ്ഢിത്തങ്ങളെ ഇങ്ങനെ ന്യായീകരിച്ചുകൊണ്ടുള്ള വർത്തമാനങ്ങളായിരിക്കും പറയുക. അവർ പറയുന്ന അസംബന്ധങ്ങൾ പൂർണ്ണമായതോ അപൂർണമായതോ ആയുള്ള കാര്യങ്ങൾ, സത്യമോ അസത്യമോ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇവയെല്ലാം തന്നെ ഒരു നല്ല നേതാവിനെ വേദനിപ്പിച്ചേക്കാം. അതുകൊണ്ടാണ് നമ്മൾ വളരെ ശ്രദ്ധയോടെ ഇവ കേൾക്കണമെന്ന് പറയുന്നത്. ഇനി അവർ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും നല്ല കാര്യമുണ്ടെങ്കിൽ അത് സ്വീകരിക്കണം. എന്നിട്ട് അവരോട് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ പഴയ നിലപാടിനെ പുനഃപരിശോധിച്ച് പുതിയ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. തികച്ചും അസംബന്ധം എന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ നമുക്കത് അവഗണിക്കാം. അല്ലെങ്കിൽ നമ്മൾ അവരോട് കാര്യകാരണങ്ങൾ നിരത്തി സമ്മതിപ്പിക്കുവാൻ ശ്രമിക്കാം. ഇനി ഇൻ കേസ് നമ്മൾ അവരെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചിട്ട് അത് നടക്കുന്നില്ല എങ്കിൽ, അതും പരാജയപ്പെട്ടു പോയാൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും, അവർക്ക് മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്തവരാണ്. അതുകൊണ്ട് നമ്മൾ അതിനകത്ത് കടന്ന് ഉരുളേണ്ട കാര്യമില്ല. അവയെല്ലാം മറക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഇവിടെയാണ് നമ്മളെ ക്ഷമ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ യഥാർത്ഥ ക്ഷമ പഠിപ്പിക്കുന്നത്. കാരണം യഥാർത്ഥത്തിൽ അവർ വലിയ കുഴപ്പക്കാരൊന്നുമല്ല, പക്ഷെ അവർ അസ്വാഭാവികമായി പെരുമാറുന്നു. അങ്ങനെയുള്ള അംഗങ്ങളും നമ്മുടെ സഹോദര അംഗങ്ങളാണ്. അവരുടെ ഇത്തരം പ്രകടനങ്ങളെയും പ്രവർത്തനങ്ങളെയും എല്ലാം ഓർത്തിരിക്കുക എന്നുള്ളത് ഇതിനേക്കാൾ ഉപരി അത് മറന്നുകൊണ്ട് യഥാർത്ഥ ക്ഷമയെ പരിപോഷിപ്പിക്കാനുള്ള സമയം നമ്മൾ ഉപയോഗിക്കണം. അത് അവരെ ചുറ്റിപ്പറ്റി നടക്കാതെ നമുക്ക് യഥാർത്ഥത്തിൽ മറ്റുള്ളവർക്ക് പ്രയോജനകരമായി ജീവിക്കുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിന് പ്രയോജനകരമായിട്ട് ജീവിക്കുന്നത് എങ്ങനെയാണ് എന്ന് സ്വയം പരിശോധിച്ചുകൊണ്ട് അങ്ങനെയുള്ള നല്ല മാർഗങ്ങൾ സ്വീകരിക്കാനായിട്ട് നമുക്ക് മുന്നോട്ട് ചിന്തിക്കാം. ഒരു പക്ഷേ നമുക്ക് സ്വീകരിക്കാൻ പറ്റാത്ത ഒരു മാർഗമായിരിക്കും ഇത്, മറ്റുള്ളവരോട് ക്ഷമിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത്. പക്ഷേ നമ്മൾ ചിലപ്പോൾ പരാജയപ്പെട്ടാലും പിന്നീട് വിജയം കാണുന്ന ഒരു മാർഗമാണത്. നാം എപ്പോഴും ഇതിനു വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കേണ്ടത്. നമുക്ക് എപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് 1 day at a time, അല്ലെങ്കിൽ 24 മണിക്കൂർ പദ്ധതി, ഈ ഒരു ദിവസത്തേക്കുള്ള പദ്ധതി എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ അത് നമ്മുടെ വൈകാരിക ജീവിതത്തിലെ അവസ്ഥകളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാനുള്ളതാണ്. അത് പറഞ്ഞുകൊണ്ട് ഒരു വീക്ഷണം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന്റെ ഒരു വീക്ഷണം അത് പ്രധാനപ്പെട്ട ഒരു ഗുണമാണ്. അത് ഇനി വരാനിരിക്കുന്ന ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗങ്ങൾക്കും അല്ലെങ്കിൽ ഭാവിയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന അംഗങ്ങൾക്കും പ്രയോജനകരമായ രീതിയിലുള്ള കാര്യങ്ങളായിരിക്കണം
നമ്മൾ ചെയ്യേണ്ടത്? അതിന്റെ ഒരു മൂല്യം നിർണ്ണയിക്കാനുള്ള ഒരു കഴിവ് ഒരു യഥാർത്ഥ നേതാവിനുണ്ടാകണം. അല്ലാതെ ഒരു നേരം ഒരു ദിവസം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുകയും ആ ഫ്യൂച്ചറിൽ അതിന് എന്തെങ്കിലും കുഴപ്പങ്ങളോ തീരുമാനത്തിന് വലിയ പ്രശ്നങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് പ്രശ്നങ്ങളാകും. അതുകൊണ്ട് തന്നെ നമ്മുടെ പാരമ്പര്യ രീതിക്ക് വിരുദ്ധമായിട്ടല്ല വൺ ഡേ അറ്റ് എ ടൈം എന്ന് പറയുന്നത്. അത് നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കാനും കുടിയെ നിയന്ത്രിക്കാനും ഒക്കെ ഉപയോഗിക്കുന്നതാണ്. പക്ഷെ വീക്ഷണങ്ങൾ എന്ന് പറയുന്നത് ആൽക്കഹോളിസത്തിന്റെ ഫ്യൂച്ചറിനെ ബാധിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മളത് ശരിയായ ദിശയിൽ ചിന്തിച്ചുകൊണ്ടുവേണം ചില തെരഞ്ഞെടുപ്പുകൾ നടത്താൻ. ഈ വൺ ഡേ അറ്റ് എ ടൈം എന്ന് പറയുന്നത് കഴിഞ്ഞ കാലത്തെ ഓർത്ത് നമ്മൾ സങ്കടപ്പെടാനോ ഇനി വരാനിരിക്കുന്ന വലിയ കാൽപ്പനിക ലോകത്തേക്ക് നീങ്ങാതിരിക്കാനോ അങ്ങനെ നമ്മൾ ഇന്നിൽ ജീവിക്കാനായിട്ട് നമ്മൾ നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്. ഇനി നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ് നമ്മളെല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കുകയാണ്. അത് വ്യക്തിഗതമായിട്ടുള്ള ചില കാര്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ കൂട്ടായ്മയിലുള്ള ചില കാര്യങ്ങളാണെങ്കിലും ഇനിയെല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്, ദൈവം നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മാറി നിൽക്കുകയാണെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടാകും. കാരണം ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് നല്ല തലച്ചോറ് തന്നിട്ടാണെന്ന് ബിഗ് ബുക്കിൽ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്. അനന്ത സാധ്യതയുള്ള ദീർഘദൃഷ്ടിയുള്ള ഒരാളാണ് മനുഷ്യൻ. അത് നൽകിയിരിക്കുന്ന ബുദ്ധിയും ബോധവും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കണം. നാം അതിനു വേണ്ടിയിട്ട് വേണ്ട വിധം ഉപയോഗപ്രദമായിട്ട് പ്രവർത്തിക്കണമെന്നുള്ളതാണ് ദൈവത്തിന്റെ ഇഷ്ടം. അല്ലാതെ ദൈവം നേരിട്ട് ഇറങ്ങി വന്നിട്ടല്ല ഒരു കാര്യം ചെയ്യുന്നത്, മനുഷ്യരിലൂടെയാണ് എന്നുള്ള കാര്യം ഒരു നേതാവ് മനസ്സിലാക്കണം. അതുകൊണ്ട് വ്യാമോഹങ്ങളെ താലോലിച്ചുകൊണ്ടിരിക്കുന്നതും ഇന്നത്തേക്ക് നമ്മുടെ മൂല്യനിർണ്ണയം നടത്താനുള്ള നമ്മുടെ കഴിവിനെ ഇപ്പോൾ ഉപയോഗപ്പെടുത്തുന്ന തമ്മിലുള്ള വ്യത്യാസം നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്രതീക്ഷിത ക്ലേശത്തേക്കാൾ ഭാവിയിൽ പുരോഗതി ഉണ്ടാക്കുന്ന തരത്തിലുള്ള മൂല്യനിർണ്ണയമായിരിക്കണം അത്. വീക്ഷണമാണ് വിവേകത്തിന്റെ ശരിയായ കാതൽ. ആ വീക്ഷണങ്ങൾ ഭാവിയിലേക്കുള്ള വീക്ഷണത്തിലൂടെയാണ് നമ്മുടെ സൽഗുണങ്ങളിൽ ഏറ്റവും മികച്ചതുമാണത്. നമ്മുടെ ഭാവിയെ പൂർണ്ണമായോ ഭാഗികമായോ നമ്മൾ ചിലപ്പോൾ തെറ്റായി കണക്ക് കൂട്ടിയേക്കാം. എന്നിരുന്നാലും നമ്മുടെ ചിന്തയെ അശേഷം നിരസിക്കുന്നതിനേക്കാൾ ഭേദമാണത്. എങ്ങനെയാണ് ഒരു ആൽക്കഹോളിക്സ് അനോണിമസിലെ ഒരു നേതാവ് തന്റെ ഈ മൂല്യനിർണ്ണയം നടത്തുക? കഴിഞ്ഞു പോയത്തെ അനുഭവങ്ങൾ, ഇപ്പോഴത്തെ അനുഭവങ്ങൾ അയാൾ നന്നായിട്ട് മനസ്സിലാക്കുന്നു. അയാൾ അത് മൊത്തത്തിലൊന്ന് നിരീക്ഷിക്കുന്നു. ഇതിൽ നിന്നും ഒരു താൽക്കാലികമായ ഒരാശയമോ നയമോ അയാളിലെ മനസ്സിൽ അല്ലെ ഹൃദയത്തിൽ ഉരുത്തിരിയുന്നു. അയാൾ ആദ്യം സമീപ ഭാവിയിൽ ഇത് എങ്ങനെ പ്രവർത്തിക്കുമെന്ന് വിലയിരുത്തുന്നു. ഈ മൂല്യനിർണ്ണയത്തെ തുടർന്ന് നമ്മുടെ നയങ്ങളും ആശയങ്ങളും ഇനി വരാനിരിക്കുന്ന നിരവധി വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് സ്വയം ഒരു അന്വേഷണം നടത്തുന്നു. ഒരു ആശയം നല്ലതാണെന്ന് ഉറപ്പിക്കുകയാണെങ്കിൽ എപ്പോഴൊക്കെ സാധ്യമാകുന്നു അപ്പോഴെല്ലാം ആ ആശയം നടപ്പിലാക്കുവാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കും. പിന്നീടുള്ള മൂല്യനിർണ്ണയങ്ങളിലെല്ലാം താൻ കൊണ്ടുവന്ന ആശയം പ്രവർത്തിക്കുന്നുണ്ടോ എന്നൊക്കെ പുനഃപരിശോധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇതിന് പറഞ്ഞു വന്നത് എന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു പദ്ധതി നടപ്പിലാക്കി അല്ലെങ്കിൽ ഒരു പ്ലാൻ നമ്മൾ ആ കൂട്ടായ്മയിൽ നടപ്പിലാക്കി, അപ്പൊ അത് ഭാവിയിൽ പ്രയോജനം ചെയ്യുമോ എന്ന് നമ്മൾ ഇന്നേ ചിന്തിക്കണം. അല്ലെങ്കിൽ ഇപ്പോഴുണ്ടാകുന്ന താൽക്കാലിക ഗുണങ്ങൾ നമ്മൾക്ക് ഭാവിയിൽ ദോഷമായിട്ട് മാറുമോ? കാരണം നമ്മൾ അങ്ങനെ ചിന്തിച്ചില്ല എങ്കിൽ താൽക്കാലികമായ നേട്ടങ്ങൾ നമ്മളെ പ്രലോഭിപ്പിക്കും. ഭാവിയിൽ എന്തും ആയിക്കൊള്ളട്ടെ, ഇപ്പോഴെന്തും ആയിക്കോട്ടെ, ചില നേട്ടങ്ങൾ നമ്മൾക്കുണ്ട്, അത് നമ്മളെ വല്ലാതെ പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കും. ഒരു നേതാവ് എടുക്കുന്ന വിചിത്രമായ സിദ്ധാന്തങ്ങളൊന്നും അല്ലാതെ ഈ തരം മൂല്യനിർണ്ണയങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ ലോക സേവനത്തിനായിട്ടുള്ള നമ്മുടെ പരിപാടികളിലെല്ലാം ഇത്തരം മൂല്യനിർണ്ണയങ്ങൾ നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് പൊതുജന സമ്പർക്ക പരിപാടികൾ, പിന്നെ AA ഗ്രൂപ്പുകളുടെയും പൊതുജനങ്ങളുടെയും ഹ്രസ്വകാല ദീർഘകാല അഭിപ്രായങ്ങളൊക്കെ കണക്കാക്കുക. ഇത് നമ്മുടെ സാഹിത്യങ്ങൾക്കും ബാധകമാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ അനാമധേയത്വം അത് കടന്നു വന്നപ്പോ നമ്മൾ ആദ്യ കാലഘട്ടങ്ങളിൽ നമുക്കറിയാം പലരും പത്രങ്ങളിലും BW പോലും പത്രത്തിലൊക്കെ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. ആദ്യഘട്ടങ്ങളിൽ അനാമധേയത്വം നമ്മുടെ ഒരു പ്രശ്നമായിരുന്നില്ല. എല്ലാവരും പൊതു തലങ്ങളിലെല്ലാം ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസ് മെമ്പറാണ് എന്ന് പറയാൻ തുടങ്ങിയിരുന്നു. പക്ഷെ പിന്നീട് അത് നമ്മളെ കുഴപ്പത്തിലാക്കുമെന്നും നമ്മളെ നാശത്തിലേക്ക് നയിക്കുമെന്നും നമുക്ക് മനസ്സിലായി. കാരണം ഒരു സ്പോർട്സ് ആയിട്ട് ബന്ധപ്പെട്ട ഒരാളെ അതിൽ വന്നു,
അദ്ദേഹം പബ്ലിക്കായിട്ട് ഞാൻ എയിലാണ് എന്നൊക്കെ അമേരിക്കയിൽ പ്രസംഗിക്കാനൊക്കെ തുടങ്ങി. അതിനുശേഷം ആണ് അദ്ദേഹം അങ്ങനെ ആൽക്കഹോളിക്സ് അനോണിമസിൽ പരസ്യമായിട്ട് അംഗമാണെന്ന് വെളിപ്പെടുത്തിയ ആളുകൾ മദ്യസത്തിലേക്ക് തിരിച്ചു പോവുകയും എയുടെ വില ഇടിയുകയും ചെയ്യും എന്ന ഒരു ബോധ്യം വന്നതിന് ശേഷമാണ് അനോണിമിറ്റിയെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങിയത്. പക്ഷേ ആദ്യം ഇതൊരു മിന്നലാട്ടമായിട്ട് വന്ന ഒരു മിന്നൽ പോലെ വന്നാണ്. പക്ഷേ അതൊരു ആഴത്തിലുള്ള ബോധ്യമായിട്ട് തീർന്നത് ഒരു ദീർഘവീക്ഷണത്തിലോ അല്ലെ ഒരു മൂല്യനിർണ്ണയത്തിലൂടെയാണ്. ഇങ്ങനെ തന്നെയാണ് എയിലെ ഓരോ ഉത്തരവാദിത്തങ്ങളും നടക്കുന്നത്. അങ്ങനെ എയിലെ ഓരോ പ്രവർത്തനങ്ങളും, പ്രത്യേകിച്ച് നമ്മുടെ ട്രസ്റ്റിമാരൊക്കെ ലോക നേതൃത്വത്തെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഇത്തരം ദീർഘവീക്ഷണങ്ങളിലൂടെയൊക്കെയാണ് കടന്നു പോകേണ്ടത്. ഇപ്പൊ ബില്ല് അവിടെ ഒരു ഭാഗം കൂടി ചേർക്കുന്നുണ്ട്. ട്രസ്റ്റിമാരെ എല്ലാം തെരഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ ബില്ല് എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്: പിന്നെ എനിക്ക് തോന്നുന്നത് അവരെ തെരഞ്ഞെടുക്കുമ്പോൾ, അതായത് ട്രസ്റ്റിമാരെ തെരഞ്ഞെടുക്കുമ്പോൾ അവർക്ക് ഇതിലുള്ള ഔചിത്യ ബോധ്യം അവരുടെ ബിസിനസ് അല്ലെങ്കിൽ ഉദ്യോഗത്തിന്റെ ദീർഘദൃഷ്ടിക്ക് വേണ്ടി ഇതിനോടകം തെളിയിച്ചിട്ടുള്ള ആളുകളുടെ അടിസ്ഥാനത്തിലായിരിക്കണമെന്ന് പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ ട്രസ്റ്റിമാരെ പറ്റിയാണ് പറഞ്ഞത്. പക്ഷേ ഗ്രൂപ്പിലെ സെക്രട്ടറിമാര്, ട്രഷറർമാര്, ഇന്റർഗ്രൂപ്പ് ചെയർമാര് പ്രവൃത്തി എന്തും ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ പോസ്റ്റ് എന്തും ആയിക്കൊള്ളട്ടെ, അവരുടെ ആ പോസ്റ്റിന്റെ വലിപ്പത്തിലല്ല ഈ പ്രവർത്തന തത്വങ്ങളെല്ലാം ഒന്നാണ്. അപ്പോ എല്ലാ തലങ്ങളിലുമുള്ള സേവകർക്കും ഈ മുകളിൽ പറഞ്ഞ ഈ കാര്യങ്ങൾ, ഈ ഗുണങ്ങൾ എത്രത്തോളം ഉണ്ടോ അത് നിത്യേന പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണം അല്ലെങ്കിൽ പ്രാവർത്തികമാക്കിക്കൊണ്ടേയിരിക്കണം. ഇപ്പോ നേതൃത്വത്തെ കുറിച്ചുള്ള ഒരു ചർച്ചയൊക്കെ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നും ഒരാളെ ശ്രേഷ്ഠനാക്കാം, അല്ലെങ്കിൽ അയാൾക്ക് പ്രത്യേക പരിഗണനയുള്ളവനോ ആക്കാം, അല്ലെങ്കിൽ ഒരു അംഗത്തെ ഉയർത്തി കാണിക്കാനുള്ള ഒരു ശ്രമമായിട്ടൊക്കെ തോന്നാം. നമ്മുടെ പ്രാഗൽഭ്യത അല്ലെങ്കിൽ നമുക്കുള്ള കഴിവ് വ്യത്യസ്തമാണ്. അത് ആ വസ്തുത നാം അംഗീകരിക്കുക മാത്രമാണ് ഈ സാഹചര്യത്തിൽ ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഒരു സംഗീതജ്ഞന് സാമ്പത്തിക ശാസ്ത്രം നോക്കാൻ അറിയത്തില്ല, അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രജ്ഞന് ദീർഘവീക്ഷണമുള്ള പല കാര്യങ്ങളും അറിയാം. പക്ഷെ സംഗീതജ്ഞന് ആ ദീർഘവീക്ഷണം ഉണ്ടാവണമെന്നില്ല. ഒരു അല്ലെങ്കിൽ പണ ഇടപാടുകാരന് ഒരു സംഗീതജ്ഞനാകാൻ കഴിയില്ല, അയാൾ പണമിടപാടിലായിരിക്കും എടുക്കാൻ. അതുകൊണ്ട് നമ്മൾക്ക് ആരെ തെരഞ്ഞെടുത്താലും അയാളുടെ പ്രാഗൽഭ്യം ഏത് മേഖലയിലാണോ ഉള്ളത് ആ മേഖലയിൽ അയാളുടെ പ്രവൃത്തി ചെയ്യാനായിട്ടുള്ള സാധ്യമാക്കണം, ആ ഒരു അവസ്ഥ സാധ്യമാക്കണം. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഈ ലേഖനങ്ങളിൽ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ 12ാം പടി പ്രവർത്തനങ്ങൾക്കൊക്കെ സ്വീകരിക്കാവുന്നതാണ്. ഒരു സ്പോൺസർ ഒരു നേതാവാണ്. കാരണം അയാൾ ഒരാളുടെ ജീവനാണ് അയാൾ കൈകാര്യം ചെയ്യുന്നത്. അയാൾ ഒരാളുടെ ജീവൻ മാത്രമല്ല, ആ ജീവനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു കുടുംബാംഗങ്ങളുടെയും ജീവനും കൂടി കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു സ്പോൺസറെ ഒരു നല്ല നേതാവായിട്ട് നമുക്ക് കണക്കാക്കണം. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ആൽക്കഹോളിക്സ് അനോണിമസിന്റെയൊക്കെയുള്ള യാത്ര ജീവന്റെയും മരണത്തിന്റെയും ഇടയിലുള്ള യാത്രയാണെന്ന്. അങ്ങോട്ട് പോയാൽ മരിക്കും, ഇങ്ങോട്ട് നടന്നാൽ ഏഴിലൂടെ നടന്നാൽ ജീവിക്കും. അപ്പോ ഒരു നല്ല സ്പോൺസർ അദ്ദേഹത്തിന്റെ സ്പോൺസിയുടെ വിമർശനങ്ങളെ കൈകാര്യം ചെയ്യുന്ന വിധം, അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് ആത്മീയ മാർഗത്തിലൂടെ ഒരു പുതുമക്കാരനെ എങ്ങനെ അദ്ദേഹം നയിക്കുന്നു, പുതുമക്കാരന്റെ പ്രതികരണങ്ങളെ എങ്ങനെ സമചിത്തതയോടെ കൈകാര്യം ചെയ്യുന്നു, ഇതെല്ലാം ഒരു സ്പോൺസറെ നല്ല നേതാവാക്കുകയാണ് ചെയ്യുക. നമുക്കറിയാം ആൽക്കഹോളിക്സ് അനോണിമസിന്റെ എല്ലാ മേഖലകളിലും അതിശക്തമായ നേതൃത്വമുണ്ട്. ആ നേതൃത്വത്താൽ അനുഗ്രഹിച്ചതിന് നമുക്ക് ഈ സന്ദർഭത്തിൽ ദൈവത്തോട് ഒരു നന്ദി കൂടി പറയാം. ഒരു നല്ല നേതാവിന് വേണ്ട അടുത്ത ഒരു ഗുണത്തെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. അതിന്റെ പേര് റൊട്ടേഷൻ എന്നാണ്. റൊട്ടേഷൻ. നമുക്കറിയാം നമ്മുടെ ഓരോ സേവന മേഖലകളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഒരു കാലപരിധിയുണ്ട്, ഒരു കാലാവധിയുണ്ട്. ആ ഓഫീസ് സർവീസിന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ചെയർപേഴ്സൺ എന്ന് പറയുന്ന ആള് യൂഷ്വലി 6 months ആണ്. 6 മാസത്തോളം അദ്ദേഹത്തിന് ആ ചുമതല വഹിക്കാം. അതേസമയം GSR എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ടേം 2 വർഷമാണ്. അങ്ങനെ ട്രസ്റ്റിക്കാണെങ്കിൽ 5 വർഷമാണ്, ഡെലിഗേറ്റ് ആണെങ്കിൽ 3 വർഷമാണ്, ഇന്റർഗ്രൂപ്പ് ചെയർമാൻ ആണെങ്കിൽ 2 വർഷമാണ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇതൊക്കെയാണ്. ചിലപ്പോൾ ഇയറിൽ വ്യത്യാസം ഉണ്ടാകാം. എങ്ങനെയായാലും എല്ലാവർക്കും ഒരു ടേം ഉണ്ട്. ഇത്ര കാലത്തേക്ക് താങ്കൾ ഞങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്.
അതായത് എ ഗ്രൂപ്പ് വേർ ഇറ്റ് ഓൾ ബിഗിൻസിലെല്ലാം ഗ്രൂപ്പിന്റെ സെക്രട്ടറിക്കും ചെയർമാനും ഹരാൻജിക്കും ഒക്കെ ഉള്ള ടൈമൊക്കെ പറയുന്നുണ്ട്. നമുക്കതിനകത്ത് നോക്കാം. അപ്പോ അത് കഴിഞ്ഞാൽ തന്റെ സ്ഥാനം മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കണം. ഇതിനൊരു ഉദാഹരണം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ കാനഡയിൽ നിന്നൊക്കെ ഏകദേശം ഒക്ടോബർ അവസാനം നവംബർ ആദ്യമൊക്കെ ഈ ഓട്ടം സീസണിൽ, അതായത് വിന്ററിന് തൊട്ടു മുമ്പ് പക്ഷികള് ഒരു വി ഷേപ്പിൽ പറന്നു പോകുന്നത് നമുക്ക് കാണാം. നാട്ടിലും ഒക്കെ നമുക്ക് കാണാം. അത് ദേശാടന പക്ഷികളെല്ലാം ഒരു വി ഷേപ്പിലാണ് പറന്നു പോകുന്നത്. നമ്മൾ ശ്രദ്ധിച്ചാല് ഈ വി ഷേപ്പിന്റെ ആ കുന്തമുനയിലുള്ള വി പോലെ ഇരിക്കുന്ന ആ പോയിന്റില്, കോർണർ പോയിന്റിലുള്ള പക്ഷി കുറെ കഴിയുമ്പോൾ ബാക്കിലോട്ട് വലിയും. അതിന് അടുത്ത പക്ഷിക്ക് അതിന്റെ സ്ഥാനം കൊടുക്കും. ബാക്കിലോട്ട് വലിയുന്ന പക്ഷി ആ സെന്റർ ഭാഗത്ത് കുറച്ചു നേരം നിൽക്കും. ഇത് എന്തുകൊണ്ടാണ് ഈ പക്ഷികൾ വി ഷേപ്പിൽ പോകുന്നത്? രണ്ട് കാര്യമാണ്. ഒന്ന്, ലക്ഷ്യസ്ഥാനത്ത് വേഗം എത്താൻ കഴിയും. രണ്ട്, തന്റെ ലീഡറായിട്ടുള്ള കോർണറിൽ നിൽക്കുന്ന ലീഡറായിട്ടുള്ള പക്ഷിയെ ജസ്റ്റ് ഫോളോ ചെയ്താൽ മതി. ദേശാടന പക്ഷികളെല്ലാം ഈ എയർപ്ലെയിൻ അല്ലെങ്കിൽ നമ്മുടെ പ്ലെയിനിന്റെ ആ ഒരു രീതിയാണ് സ്വീകരിക്കുക. പ്ലെയിനിലൊക്കെ ഒരു വി ഷേപ്പ് വന്നിരിക്കുന്നത് എനർജിയെ സേവ് ചെയ്യാനാണെന്ന് ഞാൻ പലയിടത്തും വായിച്ചിട്ടുണ്ട്. ഈ നമ്മൾ ഈ ഞാറപ്പക്ഷികളെന്നോ കൊക്ക് പോലെ ഇരിക്കുന്ന പക്ഷികളൊക്കെ ഇങ്ങനെയാണ് പറന്ന് നടക്കുന്നത്. ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത്, നമ്മുടെ ലീഡർമാർ നമ്മൾ നയിക്കുന്നത് ഇതുപോലെയാണ്, വി ഷേപ്പിലാണ്. അദ്ദേഹം തന്റെ റൊട്ടേഷൻ അല്ലെങ്കിൽ തന്റെ കാലാവധി കഴിയുമ്പോൾ പുറകോട്ട് മാറി നിൽക്കുന്നു, അടുത്ത ആൾക്ക് തന്റെ സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. റൊട്ടേഷൻ എന്നാണ് ഞാൻ പറഞ്ഞത്, റിട്ടയർമെന്റ് എന്നല്ല. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഒരു സ്ഥാനത്തിനും റിട്ടയർമെന്റ് ഇല്ല, റൊട്ടേഷനാണ്. അപ്പോ ഈ റൊട്ടേഷൻ ചെയ്യുന്ന ആള് ചിലപ്പോഴൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്റർ ഗ്രൂപ്പ് ചെയർമാൻ ആണെങ്കിൽ എന്റെ കാലാവധി കഴിഞ്ഞു, ഞാൻ അടുത്താക്ക് കൊടുത്തു, അതുകൊണ്ട് ഞാൻ ഈ മീറ്റിങ്ങിന് പോകുന്നില്ല. അതല്ല. ഈ റൊട്ടേഷൻ ചെയ്ത ആള് അടുത്ത ഇന്റർ ഗ്രൂപ്പ് ചെയർമാനാണ് റൊട്ടേഷൻ ചെയ്തെങ്കിൽ അടുത്ത ഇന്റർ ഗ്രൂപ്പ് മീറ്റിങ്ങിന് പോവുമോ, ഏരിയ കമ്മിറ്റി മീറ്റിങ്ങിന് പോവോ, ഡെലിഗേറ്റ് ആണെങ്കിൽ ഏരിയ കമ്മിറ്റി മീറ്റിങ്ങിന് പോവോ, DCM ആണെങ്കിൽ ഡിസ്ട്രിക്ട് കമ്മിറ്റി മീറ്റിങ്ങിന് പോവോ, ട്രസ്റ്റി ആണെങ്കിൽ അവരുടെ റീജിയന്റെ മീറ്റിംഗിൽ, അവലോകന മീറ്റിംഗിലെല്ലാം പോയി തന്റെ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് അവിടെ ഉണ്ടാകുന്ന പുതിയതായിട്ട് വരുന്ന പദ്ധതികൾക്കും പ്ലാനുകൾക്കും തന്റെ ആശയങ്ങൾ കൈമാറണം. അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മൾ പ്രവർത്തനങ്ങളിൽ റിട്ടയർമെന്റ് എടുക്കുന്നില്ല, റൊട്ടേഷൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. ഇയാൾക്ക് എന്താണ് ഇവിടെ കാര്യം, ഇയാളുടെ സേവന കാലഘട്ടം കഴിഞ്ഞതല്ലേ, ഇദ്ദേഹത്തിന് വീട്ടിൽ പോയിരിക്കാൻ പാടില്ലേ? അങ്ങനെ നമ്മൾ ചിന്തിക്കരുത്. പഴയ റൊട്ടേഷൻ എടുത്ത ആളും നമ്മളുടെ കൂടെ ഉണ്ടാകണം. റൊട്ടേഷൻ എടുത്ത ആള് താൻ റൊട്ടേറ്റഡ് ആണെന്നും പുതിയ ആളുകൾക്ക് തങ്ങളുടെ ആശയങ്ങൾ കൈമാറുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. പുതിയ ആളുകൾ അവരുടേതായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. അതിനകത്ത് പൊളിറ്റിക്സ് കളിക്കാനോ മറ്റും ഒന്നും തയ്യാറാവാതെ ഇരുന്നാൽ നല്ല ലീഡറായിട്ട് മാറുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. നമുക്കറിയാം, അടുത്തൊരു ഭാഗം കൂടി എനിക്ക് പറയാനുണ്ട്. അതിന്റെ കാര്യം അനാമധേയത്വം അല്ലെങ്കിൽ അനോണിമിറ്റിയാണ്. അപ്പൊ അനോണിമിറ്റി ഓരോരുത്തരും ചെയ്യേണ്ട ത്യാഗമാണ്. കാരണം നമ്മുടെ സ്വകാര്യമായിട്ടുള്ള ചില ആഗ്രഹങ്ങൾ നമ്മൾ എയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഉപേക്ഷിക്കണമെന്നാണ് 12 പാരമ്പര്യങ്ങൾ ആവർത്തിച്ച് നമ്മളോട് പറയുന്നത്. ഇത്തരം ത്യാഗങ്ങൾ ചെയ്യാനുള്ള ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗങ്ങളുടെ തെളിയിക്കപ്പെട്ട സന്നദ്ധതയാണ് ഇന്നും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഭാവിയെ ഉയർത്തി കാണിച്ചു ഉറപ്പ് നൽകുന്നത്, അല്ലെങ്കിൽ മറ്റുള്ള ആൽക്കഹോളിക്സ് അനോണിമസിൽ പുതിയതായിട്ട് വരുന്ന അംഗങ്ങൾക്ക് ഉറപ്പ് നൽകുന്നത്. നമുക്കറിയാം, അനാമധേയത്വം യഥാർത്ഥത്തിൽ ഒരു വിനയമാണ്, അല്ലെങ്കിൽ ഹ്യൂമിലിറ്റിയാണ്. ജീവിതത്തിൽ ഇതൊരു കേന്ദ്ര തത്വമായിട്ട് നമ്മൾ പ്രതിഷ്ഠിക്കുമ്പോൾ നമ്മുടെ ഒരു ആത്മീയമായ ശ്രേഷ്ഠത കൂടിയാണ് ഈ അനോണിമിറ്റി സൃഷ്ടിക്കപ്പെടുന്നത്. അനാമധേയത്തിന്റെ ആത്മാവിനാൽ ചലിപ്പിക്കപ്പെട്ട് സഹമദ്യപാനികൾക്കിടയിലും പൊതുജനങ്ങളുടെ മുമ്പിലും എയിലുള്ള അംഗങ്ങൾ എന്ന നിലയിലുള്ള വ്യക്തിഗത നിലവാരത്തിനു വേണ്ടിയുള്ള നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള ആഗ്രഹങ്ങളെ ഉപേക്ഷിക്കുന്നതിന് നമ്മൾ ശ്രമിച്ചു.
വളരെ മാനുഷികമായ ഇത്തരം അഭിലാഷങ്ങളെ നമ്മൾ മാറ്റിവെച്ചപ്പോൾ ഒരു സംരക്ഷണ കുപ്പായം നെയ്യുന്നതിൽ നമ്മൾ ഓരോരുത്തരും പങ്കെടുക്കുന്നുവെന്ന് നമ്മൾ വിശ്വസിച്ചു. ഈ സംരക്ഷണ കുപ്പായം നമ്മുടെ മുഴുവൻ സംഘടനയെയും സംരക്ഷിക്കുകയും അതിനുള്ളിൽ നമുക്ക് ഐക്യത്തോടെ പ്രവർത്തിക്കാനും വളരാനും കഴിയുകയും ചെയ്യുന്നു. ആൽക്കഹോളിക്സ് അനോണിമസിൽ പുതിയതായിട്ട് വരുന്ന അംഗങ്ങൾ പോലും മറ്റു മദ്യാസക്തരെ അല്ലെങ്കിൽ സഹ മദ്യപാനിയെ സഹായിക്കാൻ പുറപ്പെടുന്നത് നമ്മൾ കാണാറുണ്ട്. അവരും നമ്മൾ ഒരിക്കലും കാണാത്ത രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ സ്വപ്നം പോലും കാണാത്ത ചില പ്രതിഫലനങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. അങ്ങനെ പുതിയതായി വരുന്നവരും പഴയതായിട്ട് ഇവിടെയുള്ള അംഗങ്ങളും തങ്ങളുടെ സഹോദരന് ഒരു ഇത്തരം സന്ദേശം കൊടുക്കുമ്പോൾ നമ്മൾ ഒരു കൂലി തരണമെന്ന് പ്രതീക്ഷിക്കരുത്. ഒരു കൂലിയും ഇതിനകത്ത് കിട്ടിയല്ല. ഇവിടെ ഒരു പെയ്ഡ് സർവീസുമില്ല. അതുപോലെ തന്നെ തന്റെ സഹോദരന് എന്തെങ്കിലും കിട്ടിയാലും ഇല്ലെങ്കിലും ഇത്തരം ദാനത്തിന്റെ ദൈവികമായ വിരോധാഭാസത്തിലൂടെ തന്റെ പ്രതിഫലം കണ്ടെത്തി കഴിഞ്ഞതായി അപ്പോൾ അയാൾ മനസ്സിലാക്കുന്നു എന്നാണ് പറയാം. കാരണം നമുക്ക് ഒരു സന്ദേശം കൊടുക്കുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സേവന തലങ്ങളിലെല്ലാം പ്രവർത്തിക്കുമ്പോൾ സ്നേഹം പോലും പ്രതീക്ഷിക്കരുത്. നമ്മൾക്ക് കിട്ടുന്നത് സുബോധാവസ്ഥയാണ്. അത് നമ്മൾ ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്, എന്തിനാണ് ഈ സേവന തലങ്ങളിലെല്ലാം പ്രവർത്തിക്കുന്നത്, എന്തിനാണ് ഞാൻ എല്ലാ ദിവസവും മീറ്റിങ്ങിന് പോകുന്നത്? കാരണം ആൽക്കഹോളിക്സ് അനോണിമസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സുബോധാവസ്ഥയിലെത്തുകയും അത് നമ്മൾക്ക് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തി എന്ന് പുതിയ അംഗങ്ങളെ ബോധിപ്പിക്കുന്നതിന് വേണ്ടി തന്നെയാണ് നമ്മൾ പോകുന്നത്. നമുക്ക് യോഗത്തില് മീറ്റിങ്ങിന് സംസാരിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് സംസാരിക്കാം. അതല്ലെങ്കിൽ ഒരു ശ്രോതാവായിട്ടാണെങ്കിൽ പോലും നമ്മൾ അവിടെ ഇരിക്കുന്നത് നമ്മുടെ 12-ാം പടി പ്രവർത്തനത്തിന്റെ ഒരു ഭാഗം ആണ്. നമുക്ക് മുഖാമുഖം നോക്കി 12-ാം പടി പ്രവർത്തനങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല എങ്കിലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ 12-ാം പടി പ്രവർത്തനത്തിന് വേണ്ടി ചെയ്യാം. നമ്മുടെ മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുക, മീറ്റിങ്ങിന് പോവുക, പിന്നെ കാപ്പി വിളമ്പുക, ബോർഡിൽ എഴുതുക, നമ്മുടെ ബോർഡുകൾ പടികളും പാരമ്പര്യങ്ങളും ഒക്കെ തൂക്കിയിടുന്ന ബോർഡുകൾ നമുക്ക് നമ്മുടെ റൂമിലോ ക്ലാസ് റൂമിലോ ഒക്കെ മീറ്റിംഗ് റൂമിലൊക്കെ തൂക്കിയിടുന്നത്, എല്ലാ പ്രവർത്തനങ്ങളും ഇതിന്റെ ഭാഗമാണ്. മറ്റൊരു കാര്യം അവസാനമായി എനിക്ക് പറയാനുള്ളത്, 12-ാം പടി പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ഒരാള് 2 പടി പ്രവർത്തനത്തിലേക്ക് മാറുന്നു. അതായത് 1-ാം പടിയായിട്ടുള്ള ഞാൻ മദ്യത്തിന് മുന്നിൽ ശക്തിഹീനനാണെന്ന് സമ്മതിക്കുന്നു, പിന്നെ 12-ാം പടിയായിട്ടുള്ള മറ്റുള്ളവരെ സഹായിക്കുക. അതിന്റെ ഫസ്റ്റ് പാർട്ട് എല്ലാ വ്യവഹാരങ്ങളും പാലിക്കുക എന്നുള്ള വിട്ടുകളഞ്ഞിട്ട് മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു പരിപാടിയാണ് 2 പടി പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. പക്ഷേ ഒരു നേതാവ് തീർച്ചയായും 12 പടികളും തന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്ന ഒരാളായിരിക്കണം. അതിന്റെ ഒരു സ്പോൺസറുടെ സഹായത്തോടു കൂടി 1 മുതൽ 12 പടികൾ എന്താണെന്ന് മനസ്സിലാക്കണം. ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കിക്കൊണ്ട് ഒരു പുതിയ ജീവിത രീതി സ്വീകരിക്കാൻ തയ്യാറായിട്ടുള്ള ആളായിരിക്കണം നല്ലൊരു നേതാവ്. മറ്റൊരു കാര്യം ഉള്ളത്, നമ്മൾ ആൽക്കഹോളിക്സ് അനോണിമസിലെ നേതൃത്വത്തിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും വളരെ എളുപ്പത്തിൽ നമ്മുടെ ജീവിതത്തിൽ സാധ്യമാകുന്നതായി കാണും. നമുക്ക് 9-ാം പടി പ്രവർത്തനത്തിൽ പറയുന്ന പ്രോമിസസുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായിട്ട് എനിക്കൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൊടുക്കും തോറും കൂടുന്നതാണ് സുബോധം എന്ന് പറയുന്നത് പോലെ തന്നെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ എല്ലാ സേവന മേഖലകളിലും നമ്മൾക്ക് കഴിയാവുന്നിടത്തോളം നമ്മൾ പങ്കെടുക്കണം. അതിപ്പോ ഓൺലൈൻ മീറ്റിംഗിലായാലും ഫിസിക്കൽ മീറ്റിംഗിലായാലും ഈ സങ്കല്പം നമ്മൾ കൊണ്ടുവരണം. നമ്മൾ സേവന തലങ്ങളെ സഹായിക്കണം, സേവനത്തിലേക്ക് കടന്നു വരണം. പ്രത്യേകിച്ച് ഫിസിക്കൽ മീറ്റിങ്ങുകളിലെല്ലാം നമ്മൾ കടന്നു ചെല്ലണം. ഓൺലൈൻ മീറ്റിംഗിൽ മാത്രം ഇരുന്നുകൊണ്ട് നമുക്ക് മോചനം സാധ്യമാകൂ. കാരണം നമ്മുടെ സേവന പ്രവർത്തനങ്ങളെല്ലാം ഫിസിക്കലായിട്ടാണ് നടത്തുന്നത്, ഓൺലൈനിലല്ല. അതുകൊണ്ട് തന്നെ ഫിസിക്കൽ മീറ്റിംഗിൽ പോകാനുള്ള ഒരു താല്പര്യം നമ്മൾ എടുക്കണം. നമ്മൾ ഏത് രാജ്യത്തും ആയിക്കോട്ടെ, ഏത് സ്റ്റേറ്റിലും ആയിക്കോട്ടെ, അവിടെ എല്ലാം മീറ്റിങ്ങുകളുണ്ട്. ആ മീറ്റിംഗിലേക്ക് കടന്നു ചെന്നുകൊണ്ട് സേവന തലങ്ങളിലേക്ക് നമ്മൾ കടന്നു വരണം. അപ്പം ഒരാൾ ചിന്തിച്ചേക്കാം, 12 പടി പ്രവർത്തനങ്ങൾ ഞാനല്ല, 1 മുതൽ 12 വരെയുള്ള പടികൾ ഞാൻ ചെയ്തിട്ടില്ല, അപ്പോൾ എനിക്ക് സേവനത്തിലേക്ക് ഇറങ്ങാമോ? തീർച്ചയായും നിങ്ങൾക്ക് ഇറങ്ങാം. പക്ഷേ നിങ്ങൾ ഇറങ്ങി കഴിയുമ്പോൾ നിങ്ങൾ പതുക്കെ പതുക്കെ ഈ പടികളെക്കുറിച്ചുള്ള ചിന്തകളിലേക്ക് നിങ്ങൾ സ്വാഭാവികമായി കടന്നു വരും. നിങ്ങളിലേക്ക് പുതിയ ഒരു താല്പര്യം പടികൾ ചെയ്യുന്നതിനൊക്കെയായിട്ട് എന്റെ അനുഭവത്തിലെല്ലാം അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു കഴിയുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം സ്വാഭാവികമായിട്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. നമ്മൾ എയിൽ എത്തുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ ബാറിലും ബ്രാൻഡിക്കടകളിലൊക്കെ ധാരാളം സമയം ചെലവഴിച്ചിട്ടുണ്ട്. ഞാനൊക്കെ വൈകിട്ട് 4 മണിക്കൊക്കെ ബാറിൽ കയറി കഴിഞ്ഞാൽ 2 മണി വരെയൊക്കെ ബാറിലിരുന്ന ആളാണ്. പക്ഷെ എയിൽ എത്തിക്കഴിയുമ്പോൾ നമ്മൾ പറയുകയാണ്, നമുക്ക് മീറ്റിങ്ങിന് പോകാൻ സമയമില്ല, നമുക്ക് ഇതുപോലുള്ള പ്രവർത്തനങ്ങൾക്കൊന്നും സമയമില്ല എന്ന് പറയുകയാണെങ്കിൽ എന്റെ
ഒരു അഭിപ്രായത്തില് അത് തികച്ചും തെറ്റാണ്. കാരണം കുടിക്കാൻ സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കുടിക്കാതിരുന്നിട്ടില്ല. ഒരിക്കൽ പോലും എനിക്ക് സമയം കിട്ടുന്നില്ല അതുകൊണ്ട് നീ കുടിച്ചില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ സമയം കണ്ടെത്തിയാണ് കുടിച്ചത്. അതുകൊണ്ട് തന്നെ ആൽക്കഹോളിക്സ് അനോണിമസിലെത്തുന്ന അംഗം താൻ സമയം കണ്ടെത്തി മീറ്റിംഗിന് പോകാനും സമയം കണ്ടെത്തി ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സേവന മേഖലകളിൽ പ്രവർത്തിക്കുവാനും തയ്യാറാകണമെന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. 9ാം പാരമ്പര്യം പറയുന്നത് പോലെ നമുക്കൊരു സംഘടനാ സ്ട്രക്ചർ അല്ല ഉള്ളത്, നമ്മളൊരു ഫെലോഷിപ്പാണ്. അപ്പോൾ ഒരു സംഘടിതമായ ഒരു പ്രസ്ഥാനമല്ല ഇത്. പക്ഷെ നമുക്ക് സേവന കേന്ദ്രങ്ങളെല്ലാം ഉണ്ട്, അവിടെ ഉത്തരവാദികളായ കമ്മിറ്റികളുണ്ട്, ബോർഡുണ്ട്, ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ എയിലെ ഓരോ അംഗത്തിന്റെ ലക്ഷ്യം അവനവന്റെ സുബോധമാണ്. പക്ഷെ അതിനോടൊപ്പം തന്നെയാണ് സുബോധം ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അത് എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഒരു സേവന തലം കൂടി നമ്മൾ ലക്ഷ്യമാക്കണം. ഗ്രൂപ്പിന്റെ ദൈനംദിന ജോലികൾ ആരെങ്കിലും ചെയ്യുന്നില്ലെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ. അല്ലെങ്കിൽ നമുക്ക് വരുന്ന ടെലിഫോണിൽ ആരും എടുക്കാതെ ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് അവസ്ഥ ആലോചിച്ച് നോക്കൂ. അല്ലെങ്കിൽ നമ്മുടെ ബോർഡുകൾക്കെല്ലാം വരുന്ന കത്തുകൾ ആരും മറുപടി അയക്കുന്നില്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് എയുടെ പ്രവർത്തനം നിലച്ചു പോകും. നമ്മുടെ സഹായം ആവശ്യമുള്ളവരുമായി നമ്മുടെ ബന്ധം അറ്റുപോകും. അതുകൊണ്ടാണ് നമുക്ക് ഇത് പ്രവർത്തിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ പ്രവർത്തിക്കേണ്ടതുണ്ട്. ചലിച്ചുകൊണ്ടിരിക്കണമെന്നാണ് പറയുക. അപ്പൊ നമ്മൾ ഓരോരുത്തരുമാണ് ചലിപ്പിക്കേണ്ടത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ഘടനയില്ലാത്ത സംഘടന എന്നോ അല്ലെങ്കിൽ ഒരു യഥാർത്ഥ കൂട്ടായ്മ എന്നൊക്കെയാണ് ആൽക്കഹോളിക്സ് അനോണിമസിനെ വിവരിക്കുന്നത്. നമുക്ക് എല്ലാ കാലത്തും ചില പ്രശ്നങ്ങൾ ഉണ്ടാവും, പക്ഷെ നമ്മൾ അതെല്ലാം പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുക. നമുക്ക് ഇന്നും പ്രശ്നങ്ങളുണ്ടാവും, നാളെയും പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ സംബന്ധിച്ചിടത്തോളം ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോവുക. നമുക്ക് വ്യക്തിഗത പ്രാധാന്യം വേണം, അധികാരം വേണം, അതിമോഹം വേണം, നേതൃത്വം വേണം എന്നിങ്ങനെ പ്രശ്നങ്ങളോട് ഒരു മെച്ചപ്പെട്ട കാഴ്ചപ്പാടുകളോടുകൂടി ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സേവന മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. 7ാം പാരമ്പര്യത്തിൽ പറയുന്ന പോലെ നമ്മളെല്ലാം സ്വയം പര്യാപ്തരായ മദ്യപാനികളാണ്. അതുകൊണ്ട് തന്നെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രവർത്തനങ്ങൾക്ക് നമ്മളാലാകുന്ന സഹായം നമ്മൾ കൊടുക്കണം. നമ്മൾ മീറ്റിംഗിന് പോകുമ്പോൾ കിറ്റിയിൽ പൈസ ഇടണം. അതെല്ലാം നമ്മുടെ സേവന മേഖലകൾക്കെല്ലാം സഹായമായി തീരണം. നമ്മുടെ ഗ്രൂപ്പ് മുതൽ ജനറൽ സർവീസ്, GSO വരെയുള്ള നമ്മുടെ സേവന മേഖലകളിൽ, ലോകം മുഴുവനുമായിട്ടുള്ള സേവന മേഖലകളിൽ നമുക്ക് കൂടുതൽ നേതാക്കന്മാരുണ്ടാകട്ടെ. ബ്ലീഡിംഗ് ഡീക്കന്മാരെല്ലാം നല്ല നേതാക്കന്മാരായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എന്നെ കേട്ടിരുന്ന നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നതോടൊപ്പം ഇതെല്ലാം എൻ്റെ അറിവിന്റെ പരിധിയിൽ നിന്നുകൊണ്ടും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ബുക്കുകളിൽ എന്താണ് പറയുന്നത് എന്നൊക്കെ നോക്കിയൊക്കെയാണ് ഞാൻ ഇത് അവതരിപ്പിച്ചത്. ഞാൻ മനസ്സിലാക്കിയ 14 വർഷത്തോളം ആകാൻ പോകുന്ന ഞാൻ എയിൽ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് പറഞ്ഞത്. ഇതിൽ നല്ലത് എടുക്കുക, ചീത്തയായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ വെച്ചിട്ട് പോവുക. ശരിയായിട്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ ആണ് ഞാൻ ഇവിടെ പറഞ്ഞതെന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്കൊരു നന്ദി കൂടി പറയുന്നു. താങ്ക് യു.